ദൈവത്തിൻ്റെ വചനം നമുക്ക് വ്യാഖ്യാനിച്ചു തരാൻ ഈശോ പ്രത്യേകം തിരഞ്ഞെടുത്ത് അയച്ചിരിക്കുന്നത് ബഹുമാനപ്പെട്ട ഫ്രാൻസിസ് കർത്താനോ അച്ഛനാണ്. അച്ഛൻ ശാലോം ടി വിയിലൂടെയും മറ്റ് വിവിധ ശുശ്രൂഷകളിലൂടെയൊക്കെ നമുക്ക് സുപരിചിതനാണ്. ഒരുപാട് പ്രാർത്ഥനയോടെ അച്ഛനെ നമുക്ക് സ്വീകരിക്കാം. ഈ നാളുകളിൽ അച്ഛൻ നമുക്കറിയാം പോട്ട ആശ്രമത്തിൻ്റെ ഡയറക്ടറായി ശുശ്രൂഷ ചെയ്യുന്നു. കേരള സഭയിൽ പോട്ടയും ഡിവൈനും എന്നൊക്കെ കേട്ടാൽ തന്നെ നമുക്കുള്ളിലൊരു സന്തോഷമാണ്. ഒരുപാട് പേരെ ഈശോ സ്വന്തമാക്കിയ ശുശ്രൂഷാലയം വിൻസെൻ്റ് സഭയുടെ ഈ സഭാ സമൂഹത്തിൻ്റെ ശുശ്രൂഷകൾക്കൊക്കെ വേണ്ടി നമുക്ക് ഉള്ളിൽ മൗനമായി പ്രാർത്ഥിക്കാം. ഏറെ പ്രാർത്ഥനയോടുകൂടി കരങ്ങൾ അടിച്ച് ഈശോയെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഫ്രാൻസിസ് അച്ഛനെ വചനവേദിയിലേക്ക് നമുക്ക് സ്വീകരിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. പ്രിയപ്പെട്ട ദൈവജനമേ, അത്രമേൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു അന്തരീക്ഷത്തിലാണ് നമ്മൾ ഇപ്പോൾ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത്. ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് ദൈവം നിന്റെ ജീവിതത്തിൽ ഈ ശുശ്രൂഷാ സമയം ഇടപെടാൻ ആഗ്രഹിക്കുന്ന സമയമാണ്. പ്രത്യേകിച്ച് നമ്മുടെ മനസ്സിലുള്ള നിയോഗങ്ങളെ മനസ്സിലോർക്കുക. നമ്മളെല്ലാവരും തന്നെ ഈ ശുശ്രൂഷ പങ്കെടുക്കുന്നത് ഏതെങ്കിലുമൊക്കെ നിയോഗങ്ങൾ മനസ്സിലോർത്തുകൊണ്ടാണ്. കർത്താവെ, ഈ ശുശ്രൂഷ സമയത്ത് അത്ഭുതകരമായ ദൈവിക ഇടപെടലുകൾ ഈ ശുശ്രൂഷ സമയത്ത് സംഭവിക്കണമേ, ആഗ്രഹിക്കണം. പ്രത്യേകിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളോടൊപ്പം പങ്കുചേരാൻ പറ്റാത്ത അനേകരുണ്ട്. നമ്മുടെ മക്കള്, നമ്മുടെ പ്രിയപ്പെട്ടവര്, പല സ്ഥലങ്ങളിലായിരിക്കുന്നവരുണ്ട്. ഇങ്ങനെ ഇപ്രകാരം പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും സാധിക്കാതെ പോകുന്ന ഒത്തിരി പേരുണ്ട്. അവരെ ഓർക്കുക. കർത്താവെ, ഞങ്ങളിത് അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് നന്നായിട്ടൊന്ന് ഉയർത്തിപ്പിടിച്ചേ. സുഭാഷിതങ്ങളുടെ പുസ്തകം 16-ാം അധ്യായം 9-ാം തിരുവചനം എൻ്റെ കൂടെ ഉച്ചത്തിൽ ഏറ്റുപറയണം. മനുഷ്യൻ തൻ്റെ മാർഗം ആലോചിച്ചു വെക്കുന്നു, അവന്റെ കാലടികളെ നിയന്ത്രിക്കുന്നത് കർത്താവാണ്. 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 റോമാലേഖനം 8-ാം അധ്യായം 28-ാം തിരുവചനം. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സുഭാഷിതങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 5-ാം തിരുവചനം. കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസം അർപ്പിക്കുക, സ്വന്തം ബുദ്ധിയെ ആശ്രയിക്കരുത്. ആശ്രയിക്കരുത്. കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസം അർപ്പിക്കുക, സ്വന്തം ബുദ്ധിയെ ആശ്രയിക്കരുത്. എന്റെ പ്രിയപ്പെട്ട ദൈവജനമേ, 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒരു കാര്യം നിന്റെ മനസ്സിൽ ഉറപ്പിക്കുക. ഈ ഭൂമിയിൽ ഇന്ന് കടന്നു പോകുന്ന സകലവിധ ജീവിത അനുഭവങ്ങൾക്കും ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് വേണ്ടിയുള്ള വലിയൊരു പരിശീലനമാണ്. കർത്താവെ, ഇന്നത്തെ ഞങ്ങളുടെ വീട്, ഞങ്ങളുടെ കുടുംബ പശ്ചാത്തലങ്ങളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രിയരെ, മനസ്സിൽ ഓർക്കുക, ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും നിങ്ങളുടെ വീട്, വീടിൻ്റെ പശ്ചാത്തലങ്ങൾ മുഴുവൻ സമർപ്പിക്കുക. സകല ഭാരവും ദൈവ തിരുമുമ്പിൽ സമർപ്പിക്കണം. കർത്താവെ, ആരും ഞങ്ങൾക്ക് സഹായത്തിനില്ലെങ്കിലും ഞങ്ങൾക്കൊരു കാര്യം അറിയാം, ഈ ഭൂമിയിൽ എന്നെ സഹായിക്കുന്ന സർവശക്തനായ ദൈവമുണ്ട്. എന്നെ അറിയുന്നൊരു ദൈവമുണ്ട്. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുമ്പോൾ മറ്റൊന്നും ചിന്തിക്കേണ്ട, മറിച്ച് എനിക്ക് വേണ്ടി എന്നും നിറകണ്ണുകളോടെ കാത്തിരിക്കുന്ന എൻ്റെ സർവശക്തനായ ദൈവം, ആ സർവശക്തനായ ദൈവത്തിന്റെ മുമ്പിലാണ് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത്. ഓ ദൈവമേ, ഇതാ ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുകയാണ്. എന്നെ സ്നേഹിക്കുന്ന, എന്നെക്കുറിച്ച് പദ്ധതികൾ ഒരുക്കിയിരിക്കുന്ന സർവശക്തനായ ദൈവമേ, കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ദൈവജനം ഒരുമിച്ച് സ്തുതിച്ചെന്ന് പ്രാർത്ഥിക്കുന്ന സമയം
അത്ഭുതകരമായ ദൈവകൃപകൾ ഒഴുകപ്പെടുന്ന സമയം. പോരാ, കരങ്ങൾ ഉയരട്ടെ. നാവിന്റെ എല്ലാ കെട്ടുകളും അഴിയപ്പെടട്ടെ. ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ ശക്തി ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവ മക്കളിലേക്ക് വെളിപ്പെടട്ടെ. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ഓ ദൈവമേ, നിന്നിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു, വിശ്വസിക്കുന്നു. അങ്ങയുടെ അത്ഭുതകരമായ കൃപ ഈ ശുശ്രൂഷ സമയത്ത് വെളിപ്പെടട്ടെ. ആഗ്രഹിച്ച് ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ പോരല്ലോ. നാവ് തുറന്നൊന്ന് സ്തുതിച്ചേ, ഹൃദയം തുറന്നൊന്ന് സ്തുതിച്ചേ. ഈശോയെ എന്ന് വിളിച്ചൊന്ന് പ്രാർത്ഥിച്ചേ, ഈശോയെ എന്ന് വിളിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. ആബാ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചേ, പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചേ. നാവിന്റെ എല്ലാ കെട്ടുകളും അഴിയപ്പെടട്ടെ, നാവിന്റെ എല്ലാ കെട്ടുകളും അഴിയപ്പെടട്ടെ. വലിയൊരു അഭിഷേകം നിന്റെ ശരീരത്തിലേക്ക് വെളിപ്പെടട്ടെ. ഈ ശുശ്രൂഷ സമയത്ത് നീ നിൽക്കുന്ന സ്ഥലത്തേക്ക് ദൈവിക ശക്തി വെളിപ്പെടുന്ന സമയമാണ്. കാലാകാലങ്ങളായി നിന്നെ പീഡിപ്പിക്കുന്ന രോഗപീഠകൾ വിട്ടുപോകുന്ന സമയമാണ്. പാരമ്പര്യ രോഗപീഠകൾ വിട്ടുപോകുന്ന സമയമാണ്. ഒരു പുതിയ അഭിഷേകം നിന്നിലേക്ക് വെളിപ്പെടുന്ന സമയമാണ്. പോരാ, കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ, നാവ് തുറന്ന് സ്തുതിക്കട്ടെ. ഈശോയെന്ന് വിളിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ ശക്തി ഈ ദൈവജനത്തിന്റെ മേൽ വെളിപ്പെടട്ടെ. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ആരാധന, 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 ആരാധന. ഓ ദൈവമേ, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. വലിയ അഭിഷേകം, വലിയ ശക്തി കർത്താവേ ഈ ശുശ്രൂഷ അവസരത്തിൽ ചൊരിയണമേ. ആരാധന കർത്താവേ, സ്തുതിക്കുന്ന കർത്താവേ, മഹത്വം കർത്താവേ, മഹത്വം കർത്താവേ, ആരാധന കർത്താവേ. നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു. കണ്ണുകൾ അടച്ചോളൂ, കരങ്ങൾ കൂപ്പി പ്രാർത്ഥിക്കുക. ഈ ഭൂമിയിൽ ഇന്നും നീ ആയിരിക്കുന്ന അവസ്ഥയിൽ ദൈവം ഇടപെടാൻ ആഗ്രഹിക്കുകയാണ്. നീ ആയിരിക്കുന്ന അവസ്ഥയിൽ ദൈവം ഇടപെടാൻ ആഗ്രഹിക്കുകയാണ്. വിശ്വസിക്കണം, എൻ്റെ ദൈവം പ്രവർത്തിക്കുന്ന ദൈവമാണ്. എൻ്റെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. ഓരോരുത്തരും സ്വയം പറയണം, എൻ്റെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്, എൻ്റെ ദൈവം പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഇന്നും ഇപ്പോൾ ഈ ശുശ്രൂഷ സമയത്ത് നിന്നിൽ പ്രവർത്തിക്കുകയാണ്. എൻ്റെ സഹോദര സഹോദരി, നീ ആരാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഒരു കാര്യം ഉറപ്പ്, നിന്നിൽ പ്രവർത്തിക്കുന്ന ദൈവം, ഈ ശുശ്രൂഷ സമയത്ത് നിന്നിൽ പ്രവർത്തിക്കുന്ന ദൈവം, സർവശക്തനായ ദൈവം, നിന്നിൽ ജീവിക്കുന്ന ദൈവം ഓരോരുത്തരുടെ ശരീരത്തില്, മനസ്സില്, നിന്റെ ചിന്താഗതികളിലൊക്കെ ഇതാ ദൈവത്തിന്റെ അത്ഭുത ശക്തി പ്രവർത്തിക്കുകയാണ്. വിശ്വസിച്ചോണം. ഓ കർത്താവേ, അങ്ങയിൽ ഞാൻ പരിപൂർണമായി ആശ്രയിക്കുന്നു, വിശ്വസിക്കുന്നു. നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയിൽ ഞാൻ ആശ്രയിക്കുന്നു. എൻ്റെ ജീവിതത്തെ സമ്പൂർണമായി സമർപ്പിക്കുന്നു, സമ്പൂർണമായി സമർപ്പിക്കുന്നു. കർത്താവേ, അങ്ങയിലാണ് എൻ്റെ ആശ്രയം. കരങ്ങൾ കൂപ്പി കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ യെശയ്യായുടെ പ്രവചനം 41 അധ്യായം 10 തിരുവചനം, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം, ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എൻ്റെ വിജയകരമായ വലത്തുകൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. ദൈവമേ, ഈ ശുശ്രൂഷ അവസരത്തിൽ ഞാൻ അത് ഏറ്റെടുക്കുന്നു. എന്നിലിത് സംഭവിക്കട്ടെ. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം, ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എൻ്റെ വിജയകരമായ വലത്തുകൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. ഓ ദൈവമേ, ഞാൻ വിശ്വസിക്കുന്നു, ഞാനിത് ഏറ്റെടുക്കുന്നു. ഈ ശുശ്രൂഷ സമയത്ത് അതെൻ്റെ മേൽ സംഭവിക്കട്ടെ. കൈകൾ കൂപ്പി കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കുക. പരിശുദ്ധ അമ്മേ മാതാവേ, ഈ ശുശ്രൂഷ സമയം ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. ചേർന്ന് ഉച്ചത്തിൽ പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നിങ്ങളുടെ വലതും ഇടതും നിൽക്കുന്നവരുടെ കൈകളൊന്ന് ചേർത്ത് പിടിച്ച് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ നിങ്ങളുടെ അടുത്ത് നിൽക്കുന്ന വ്യക്തിയുടെ കൈ ഒന്ന് ചേർത്ത് പിടിച്ച് കണ്ണടച്ച് പ്രാർത്ഥിച്ചേ. തൊട്ടടുത്ത് നിൽക്കുന്ന വ്യക്തിയുടെ അവസ്ഥ നിനക്കറിയണമെന്നില്ല. പക്ഷെ ഒരു കാര്യം, നിന്റെ കർത്താവിന് അവനെ അവളെ അറിയാം. നിന്റെ കയ്യിൽ ഈ വ്യക്തി ചേർത്ത് പിടിച്ചിരിക്കുന്നത് വെറുതെയല്ല, മറിച്ച് നിന്നിലൂടെ ചില കാര്യങ്ങൾ സംഭവിക്കണം. കർത്താവേ, ഈ ശുശ്രൂഷ സമയത്ത് ഈ വ്യക്തിയിൽ ഇത് സംഭവിക്കട്ടെ. വിശ്വസിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും മരണസമയത്തും
തമ്പുരാനോട് അപേക്ഷിക്കണമേ. ചേർത്ത് പിടിച്ച കൈകളൊന്ന് ഉയർത്തിപ്പിടിച്ചാലോ? കണ്ണുകളടച്ചു പ്രാർത്ഥിച്ചോളൂ. ഈ ശുശ്രൂഷ സമയത്ത് ലോകത്തിന്റെ പല ഭാഗങ്ങളിലായിരിക്കുന്ന ദൈവജനത്തെ ഇതാ ഈ പരിശുദ്ധ അൾത്താരയിലേക്ക് ചേർത്ത് വെക്കുകയാണ്. കർത്താവെ, ഞങ്ങൾ ഉയർത്തിയിരിക്കുന്ന ഈ കരങ്ങൾ, ഇവിടെ നിന്നുയരുന്ന പ്രാർത്ഥനകൾക്ക് നേരെ എൻ്റെ കണ്ണും കാതും ജാഗരൂകമായിരിക്കും. ദിനവൃത്താന്തത്തിന്റെ പുസ്തകം 7-ാം അധ്യായം 15-ാം വചനം സംഭവിക്കട്ടെ. കർത്താവെ, ഇവിടെ നിന്നുയരുന്ന പ്രാർത്ഥനകൾ ലോകമെമ്പാടുമുള്ള ദൈവജനത്തിലേക്ക് ഈ ശുശ്രൂഷ സമയത്ത് വലിയൊരു അഭിഷേകമായിട്ട് കടന്നു ചെല്ലാൻ ഉച്ചത്തിൽ പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. കൈകൾ കൂപ്പി സന്തോഷത്തോടെ പറഞ്ഞ്, ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സന്തോഷത്തോടുകൂടെ കരങ്ങൾ കൂപ്പി പറയുന്നു, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വലതും ഇടതും നിൽക്കുന്നവരുടെ മുഖത്ത് നോക്കി നന്നായി പുഞ്ചിരിച്ചുകൊണ്ട് അവർക്കൊരു സ്തുതി കൊടുത്തേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്വസ്ഥമായിട്ട് ഇരിക്കുക, സ്വസ്ഥമായിട്ട് ഇരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവജനമേ, ഈ ശുശ്രൂഷ സമയം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ജീവിതത്തിൽ ഇടപെടാൻ ആഗ്രഹിക്കുന്ന വലിയ ഒരു ശുശ്രൂഷ സമയമാണ്. ദൈവത്തിൻ്റെ ആത്മാവ് ഓരോരുത്തരോടും വ്യക്തിപരമായി സംസാരിക്കും. ഈ നൈറ്റ് വിജിൽ ശുശ്രൂഷയുടെ ഏറ്റവും വലിയ അനുഗ്രഹവും അതുതന്നെയാണ്. നമ്മുടെ ആത്മീയ മേഖലയെ ദൈവത്തിൻ്റെ ആത്മാവ് അത്ഭുതകരമായി നയിക്കും. വിശ്വസിക്കുന്നവർ ഒച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ. വലതുകര ഉള്ളവർ വലതുകര ഉയർത്തി ഒച്ചത്തിൽ പറഞ്ഞേ. ഇടതുകര ഉണ്ടെങ്കിൽ ഇടതുകര ഉയർത്തി പറഞ്ഞേ. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചൊന്ന് വീശിക്കൊണ്ട് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഈ രാത്രി ദൈവജനം ഒരുമിച്ച് ഈ ലോകത്തോട് പഠിപ്പിക്കുന്നൊരു കാര്യം, ദൈവം നല്ലവനാണ്. ഗോഡ് ഈസ് ഗുഡ്. ദൈവം നല്ലവനാണ്. എല്ലായ്പ്പോഴും ദൈവം നല്ലവനാണ്. ഗോഡ് ഈസ് ഗുഡ്. എൻ്റെ കൂടെ ഒന്ന് ഏറ്റു പറയോ. ഗോഡ് ഈസ് ഗുഡ് ഓൾ ദ ടൈം. ഓൾ ദ ടൈം ഗോഡ് ഈസ് ഗുഡ്. ദൈവം നല്ലവനാണ്. പറഞ്ഞേ, ദൈവം നല്ലവനാണ്. ഉച്ചത്തിൽ പറ, ദൈവം നല്ലവനാണ്. എല്ലായ്പ്പോഴും ദൈവം നല്ലവനാണ്. അടുത്തിരിക്കുന്ന ആളോടൊന്ന് പറഞ്ഞു നോക്കിക്കേ, ദൈവം നല്ലവനാണ്. എല്ലായ്പ്പോഴും ദൈവം നല്ലവനാണ്. ഗോഡ് ഈസ് ഗുഡ് all the time. All the time God is good. Praise the Lord. വിശ്വസിക്കുന്നവർ നല്ലൊരു കയ്യടി കർത്താവിന് നൽകിക്കേ. കരങ്ങൾ ഉയർത്തിയെന്ന് കയ്യടിച്ചേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. വിശുദ്ധ ഗ്രന്ഥം ഈ പറഞ്ഞ കാര്യത്തെ പ്രായോഗിക പരിശീലനത്തേക്ക് നയിക്കുന്ന ഒരു ഗ്രന്ഥമാണ്. ദൈവം നല്ലവനാണെന്ന് ജീവിതത്തിൻ്റെ ഏതെല്ലാം അനുഭവങ്ങളിലാണോ അവിടെയെല്ലാം ഏറ്റുപറയാൻ നമ്മളെ പഠിപ്പിക്കുന്ന ദൈവീക ശക്തിയുടെ പുസ്തകമാണ് വിശുദ്ധ ഗ്രന്ഥം. ദൈവം നല്ലവനാണ്. ഗോഡ് ഈസ് ഗുഡ് ഓൾ ദ ടൈം. ചില സമയങ്ങളിൽ മാത്രമല്ല ദൈവം നല്ലവൻ, മറിച്ച് എല്ലായ്പ്പോഴും ദൈവം നല്ലവനാണ്. പറഞ്ഞേ ആമേൻ, ആമേൻ, ആമേൻ. നമ്മളിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത് വിശ്വസിച്ചോണം, അത് ഏറ്റെടുത്തുകൊണം. ഈ ശുശ്രൂഷ സമയത്ത് വളരെ പ്രധാനപ്പെട്ട 5 മേഖലകളെ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ വെളിച്ചത്തിൽ നമ്മൾ പഠിക്കാൻ പോവാണ്. ദൈവം നല്ലവനാണ്. പ്രത്യേകിച്ച് ഒന്നാമത്തെ മേഖല, ജീവിതത്തിൽ സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ഈ ലോകത്തോട് പറയുന്ന പഠിപ്പിക്കുന്ന കാര്യം, എൻ്റെ ദൈവം നല്ലവനാണ്. ഈ സഹന വഴികളിൽ എൻ്റെ ദൈവം നല്ലവനാണ്. സ്വരത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ. നമുക്കറിയാവുന്ന ഒരാളാണ് പഴയ നിയമത്തിലെ നമ്മുടെ ജോബ്. ജീവിതത്തിന്റെ സഹന വഴികളിൽ ജോബ് ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞ അത്ഭുതകരമായൊരു കാര്യമുണ്ട്. ബൈബിളും തുറന്നേ. ജോബിന്റെ പുസ്തകം, സുന്ദരമായൊരു വചനഭാഗം നമ്മളെ പഠിപ്പിക്കും. ജോബിന്റെ പുസ്തകം 13-ാം അധ്യായം 15-ാം തിരുവചനം. ബുക്ക് ഓഫ് ജോബ് ചാപ്റ്റർ 13 വേഴ്സ് 15. ജോബിന്റെ പുസ്തകം 13-ാം അധ്യായം 15-ാം തിരുവചനം. ബൈബിൾ തുറന്നൊന്ന് കണ്ടുപിടിച്ചേ. ജോബ് 13:15. നമുക്കത് വായിച്ചു കേൾക്കാം. പ്രത്യാശയറ്റ
എന്നെ ദൈവം വധിച്ചാൽ തന്നെ എന്ത്? എങ്കിലും അവിടുത്തെ മുഖത്ത് നോക്കി ഞാൻ വാദിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ, ഹല്ലേലൂയ, ഹല്ലേലൂയാ. ഹല്ലേലൂയ. ജോബ് പറയുകയാണ്, ദൈവമേ, എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ സമയങ്ങളിലും അങ്ങയുടെ മുഖത്ത് നോക്കി. കണ്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോബ് കടന്നു പോകുന്ന അവസ്ഥ നിസ്സാരപ്പെട്ട കാര്യമൊന്നുമല്ല. അങ്ങേയറ്റം സഹനത്തിൻ്റെ വഴികളിൽ ഈ ജോബ് ലോകത്തോട് പറയാണ്, ദൈവമേ, ഇത്രയും വലിയ ഞെരുക്കത്തിൻ്റെ സഹന സവഴങ്ങളിലും കർത്താവെ നിന്റെ മുഖത്തേക്ക് നോക്കും, നിന്റെ മുഖത്തേക്ക് നോക്കും. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയാ. ഹല്ലേലൂയ. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എൻ്റെ പ്രിയരെ, നമ്മുടെ അനുദിന ജീവിതത്തിൽ സഹനങ്ങൾ ഉണ്ടോ? പറ, ഉണ്ടോ? ഉണ്ടോന്ന്, അതല്ലേ ഉള്ളൂ അല്ലേ? ഈ സഹനങ്ങളുടെ വഴികളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? അതച്ചാ പരാതിയും പിറുപിറുപ്പും. നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ഐറ്റം അതാണ്, പരാതിയും പിറുപിറുപ്പും. എന്നാൽ വിശുദ്ധ ഗ്രന്ഥം നമുക്ക് നൽകുന്നൊരു പ്രായോഗിക പരിശീലനം നീ പരാതിപ്പെട്ടുകൊണ്ടിരിക്കാനല്ല, മറിച്ച് ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് കൃപ സ്വീകരിച്ച് ലോകത്തോട് പറയണം, എൻ്റെ ദൈവം നല്ലവനാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയ, ഹല്ലേലൂയാ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഡിവൈൻ പോട്ട ശുശ്രൂഷയിലൊക്കെ ശക്തമായി ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന ദമ്പതികളാണ് ബ്രദർ ജോയ് കുട്ടി, അദ്ദേഹത്തിൻ്റെ ഭാര്യ നന്ദിനി, മാർഗരറ്റ് എന്ന് വിളിക്കും. വർഷങ്ങളായിട്ട് ശുശ്രൂഷ വഴികൾ ശക്തമായ സാന്നിധ്യമാണ്. കൊറോണ കാലഘട്ടത്തിലാണ് ബ്രദർ ജോയ് കുട്ടി മരിക്കുന്നത്. ഭർത്താവിൻ്റെ മരണം ഭാര്യയായിട്ടുള്ള നന്ദിനിക്ക് ഇത് താങ്ങാൻ പറ്റിയില്ല, ഭയങ്കര വിഷമായിരുന്നു. കാരണം ഇത്രയധികം ദൈവസ്നേഹത്തെക്കുറിച്ച് പ്രസംഗിച്ചു നടന്ന ഈ മനുഷ്യൻ്റെ മരണം ഭാര്യയ്ക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. വല്ലാണ്ട് മാനസിക ഭാരം, സഹനത്തിൻ്റെ അങ്ങേയറ്റം. ഇനി ശുശ്രൂഷ വേണ്ട, ഇനി ദൈവത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നില്ല, അങ്ങനെയൊക്കെ ചിന്തിച്ച് വളരെ ഭാരപ്പെട്ടിരിക്കുന്ന ഒരു ദിവസം ഈ നന്ദിനി എന്ന സഹോദരി ഡിവൈൻ ധ്യാന മന്ദിരത്തിൽ ബഹുമാനപ്പെട്ട ജോർജ് പനക്കലച്ചൻ്റെ അടുക്കെ ചെന്നിട്ട് ഈ സങ്കടം മുഴുവൻ പറഞ്ഞു. എന്നിട്ട് അച്ഛനോട് പറഞ്ഞു, അച്ഛാ, എൻ്റെ ഭർത്താവ് മരിച്ചു. ഇത്രമേൽ ദൈവസ്നേഹത്തെക്കുറിച്ച് പ്രസംഗിച്ചു നടന്ന എൻ്റെ ഭർത്താവിൻ്റെ മരണം എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, ഇനി ഞാൻ ശുശ്രൂഷ വേണ്ടെന്ന് വെക്കുന്നു. ബഹുമാനപ്പെട്ട ജോർജ് പനക്കലച്ചൻ ഇതെല്ലാം കേട്ട് കഴിഞ്ഞിട്ട് ഈ സഹോദരിയോട് പറഞ്ഞു, സഹോദരി, പ്രാർത്ഥിക്കുമ്പോൾ സഹോദരിക്ക് വേണ്ടി കർത്താവ് ഒരു സന്ദേശം നൽകുന്നു. അത് യേശയ്യായുടെ പ്രവചനം 54 അധ്യായം 5 തിരുവചനമാണ്. ബൈബിൾ ഉള്ളവരും തുറന്നേ, ബുക്ക് ഓഫ് ഐസയ ചാപ്റ്റർ 54 വേഴ്സ് 5. യെശയ്യായുടെ പ്രവചനം 54 അധ്യായം 5 തിരുവചനം. ഇത് പ്രത്യേകിച്ച് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ആരെങ്കിലും വീട്ടിൽ നടന്ന ഏതെങ്കിലും ഒരു മരണമാവട്ടെ, ഏതെങ്കിലും ഒരു ദുഃഖമാവട്ടെ, അതിലിങ്ങനെ പെട്ടിരിക്കുന്നവര് ശ്രദ്ധിച്ച് കേട്ടോണം. നിന്നോട് കർത്താവ് പഠിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ദൂത് ഈ വചനത്തിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. യെശയ്യായുടെ പ്രവചനം 54 അധ്യായം അതിൻ്റെ 5 തിരുവചനം. നിന്റെ സൃഷ്ടാവാണ് നിന്റെ ഭർത്താവ്. നിന്റെ സൃഷ്ടാവാണ് നിന്റെ ഭർത്താവ്. സൈന്യങ്ങളുടെ കർത്താവ് എന്നാണ് അവിടുത്തെ നാമം. സൈന്യങ്ങളുടെ കർത്താവ് എന്നാണ് അവിടുത്തെ നാമം. ഇസ്രായേലിന്റെ പരിശുദ്ധനാണ് നിന്റെ വിമോചകൻ. ഇസ്രായേലിന്റെ പരിശുദ്ധനാണ് നിന്റെ വിമോചകൻ. ഭൂമി മുഴുവന്റെയും ദൈവം. ഭൂമി മുഴുവന്റെയും ദൈവമെന്ന് അവിടുന്ന് വിളിക്കപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. വലത് കൈ ഉണ്ടെങ്കിൽ ഒന്ന് ഉയർത്തിപ്പിടിച്ചേ, ഒന്ന് ഒച്ചത്തിലൊന്ന് ഏറ്റു പറഞ്ഞേ, നിന്റെ സൃഷ്ടാവാണ് നിന്റെ ഭർത്താവ്. നിന്റെ സൃഷ്ടാവാണ് നിന്റെ ഭർത്താവ്. സൈന്യങ്ങളുടെ കർത്താവ് എന്നാണ് അവിടുത്തെ നാമം. സൈന്യങ്ങളുടെ കർത്താവ് എന്നാണ് അവിടുത്തെ നാമം. ഇസ്രായേലിന്റെ പരിശുദ്ധനാണ് നിന്റെ വിമോചകൻ. ഇസ്രായേലിന്റെ പരിശുദ്ധനാണ് നിന്റെ വിമോചകൻ. ഭൂമി മുഴുവന്റെയും ദൈവമെന്ന് അവിടുന്ന് വിളിക്കപ്പെടുന്നു. ഭൂമി മുഴുവന്റെയും ദൈവം എന്ന് അവിടുന്ന് വിളിക്കപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ, ഹല്ലേലൂയ, ഹല്ലേലൂയാ. ഹല്ലേലൂയ. നന്ദിനി എന്ന സഹോദരിയോട് ഇതാ ബഹുമാനപ്പെട്ട അച്ഛനിലൂടെ വെളിപ്പെട്ട ഒരു ദൂതാണിത്. നിന്റെ ഭർത്താവ് ദേ സർവശക്തനായ ദൈവമാണ്. ഇത് കേട്ട, ഈ വചനം കണ്ട, ഈ വചനം ധ്യാനിച്ച നന്ദിനി എന്ന സഹോദരിയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകാൻ തുടങ്ങി. ഈ സഹോദരിക്ക് മനസ്സിലായി, സത്യത്തിൽ ഞാൻ ആരെയാണ് ആരാധിക്കുന്നത്, ഞാൻ ആർക്കു വേണ്ടിയാണ് നിലകൊള്ളേണ്ടത്. പ്രിയപ്പെട്ടവരെ, ഇന്നും ശക്തമായ ശുശ്രൂഷ ചെയ്ത് ഈ സഹോദരി ദൈവത്തിന് ശക്തമായ ഒരു സാക്ഷ്യം നൽകുന്നു. ഈ വചനത്തിന്റെ ബലത്തിലാണ് കൃപ സ്വീകരിച്ചത്. നല്ലൊരു കയ്യടി കർത്താവ് ഈശോയ്ക്ക് കൊടുത്തേ, നല്ല കയ്യടി കൊടുത്തേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, ഈ വചനമൊക്കെ കേൾക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഹൃദയത്തിൽ ഉറപ്പിക്കേണ്ട കാര്യം,
എൻ്റെ ജീവിതത്തിൽ ഇന്ന് കടന്നു പോകുന്ന ഈ സഹന വഴികളിൽ എൻ്റെ കർത്താവ് എന്നോട് സംസാരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. അത് ഏത് സഹനമായിക്കൊള്ളട്ടെ, അതിൻ്റെ ഒത്ത നടുവിൽ എനിക്കൊരു പ്രായോഗിക പരിശീലനം എൻ്റെ കർത്താവ് നൽകുന്നു. ഇത് വിശ്വസിച്ചോണം, ഇത് ഏറ്റെടുത്തുകൊള്ളണം. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ഈസ് ഗുഡ് ഓൾ ദ ടൈം. ഓൾ ദ ടൈം ഗോഡ് ഈസ് ഗുഡ്. ദൈവം നല്ലവനാണ്. അടുത്തിരിക്കുന്ന ആൾക്ക് കൈ കൊടുത്തോണ്ട് പറഞ്ഞേ, ദൈവം നല്ലവനാണ്. ദൈവം നല്ലവനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. ശ്രദ്ധിച്ചേ, മറ്റൊരു മേഖല ജീവിതത്തിൽ നമ്മൾക്ക് ഭാവിയെക്കുറിച്ച് വല്ലാണ്ട് ഉത്കണ്ഠ, എന്തു ചെയ്യണമെന്നൊരു എത്തും പിടിയും കിട്ടുന്നില്ല. നീ അങ്ങനെ വലിയ ഞെരുക്കത്തിലിരിക്കുമ്പോൾ വിശുദ്ധ ഗ്രന്ഥം പ്രായോഗികമായൊരു പരിശീലനം നൽകിക്കൊണ്ട് പറയുവാണ്, എന്തെന്നറിയോ, നീ ഭാവിയെക്കുറിച്ച് ഓർത്തോണ്ടിരുന്നു കഴിഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, മറിച്ച് ദൈവം പറയുന്നത് നീ വിശ്വസിച്ചോണം. പ്രൈസ് ദി ലോർഡ്. ഉൽപ്പത്തി പുസ്തകത്തിൽ അബ്രാഹത്തിന്റെ ജീവിതം അതാണ് പഠിപ്പിക്കുന്നത്. വായിച്ചു ധ്യാനിക്കാൻ ഹെബ്രായ ലേഖനം 11 അധ്യായം 8 തിരുവചനം. ബുക്ക് ഓഫ് ഹീബ്രൂസ് ചാപ്റ്റർ 11 11 അധ്യായം അതിൻ്റെ 8 തിരുവചനം. നമുക്ക് പരിചിതമായൊരു വചനമാണ്. ഒച്ചത്തിൽ നിന്ന് വായിച്ചേ. 11:8 തിരുവചനം. വിശ്വാസം മൂലം അബ്രാഹം തനിക്ക് അവകാശമായി ലഭിക്കാനുള്ള സ്ഥലത്തേക്ക് പോകാൻ വിളിക്കപ്പെട്ടപ്പോൾ അനുസരിച്ചു. അടുത്ത വചനം ഒന്ന് ശ്രദ്ധിച്ചേ. എവിടേക്കാണ് പോകേണ്ടെന്നറിയാതെയാണ് അവൻ പുറപ്പെട്ടത്. എവിടേക്കാണ് പോകേണ്ടെന്നറിയാതെയാണ് അവൻ പുറപ്പെട്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പോട്ടുള്ള വഴിയെക്കുറിച്ച് ഒരു ക്ലാരിറ്റിയും ഇല്ല, അൺസർട്ടനിറ്റി. ബട്ട് ദൈവം പറഞ്ഞത് അനുസരിച്ചു. ഹല്ലേലൂയാ. ഇവിടെ ഇരിക്കുന്ന നമ്മുടെയൊക്കെ കുടുംബത്തിൽ അനേക തരത്തിലുള്ള ഈ ഭാരമുണ്ട്. മക്കൾ എന്താവും, നാളെ എന്താവും, ദൈവമേ എന്ത് ചെയ്യും, വല്ലാണ്ട് വിഷമം. നിന്റെ ഭാവിയെക്കുറിച്ച് നിനക്കൊരു വ്യക്തതയില്ലെങ്കിലും ഒരു കാര്യം ചെയ്തോണം, കണ്ണും പൂട്ടി ദൈവത്തെ അള്ളി പിടിച്ചാലുണ്ടല്ലോ ഒരിക്കലും നീ വീണു പോവുകയില്ല. പറഞ്ഞേ ആമേൻ. ആമേൻ. കണ്ണും പൂട്ടി നീ ദൈവത്തെ വിശ്വസിച്ചോണം, പിടിച്ചോണം. നിന്റെ ബുദ്ധിയിൽ ആശ്രയിച്ചുകൊണ്ട് നീ ഏതെങ്കിലും പ്രവൃത്തിക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പലപ്പോഴും അത് പരാജയമായിട്ട് മാറും. എന്നാൽ എന്ത് ചെയ്യണം? തമ്പുരാൻ കർത്താവിൽ കണ്ണും പൊട്ടി വിശ്വസിച്ചാൽ ഈ വിശ്വസിക്കുന്ന കാര്യം നിനക്കൊരു അനുഗ്രഹമായിട്ട് മാറും. ആമേൻ. ആമേൻ. ഞാൻ ഈ കഴിഞ്ഞിടയ്ക്ക് ഒരു വൈദികന്റെ ജൂബിലി സെലിബ്രേഷൻ, 25 വർഷം അദ്ദേഹം പൗരോഹിത്യ ജീവിതം സ്തുത്യർഹമായ രീതിയിൽ ജീവിച്ചതിൻ്റെ ഒരു നന്ദിയുടെ പരിശുദ്ധ ബലി, കുർബാനയുടെ അവസാന ഭാഗത്ത് ഈ വൈദികൻ നിന്ന് ദൈവജനത്തിന്റെ മുമ്പിൽ കരയുകയാണ്. ഈ കരച്ചിലിനിടയിൽ ഈ വൈദികൻ പറഞ്ഞു, വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ പ്രീ ഡിഗ്രി പഠനമൊക്കെ കഴിഞ്ഞ് എൻ്റെ ജീവിതത്തിൻ്റെ പല പല വഴികളിലൂടെ ഞാൻ ചുറ്റിത്തിരിഞ്ഞ് പിന്നീട് ഒരു ജോലിയൊക്കെ കിട്ടി. ഞാൻ ആ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ ശക്തമായൊരു പ്രചോദനം, വൈദികനാവുക. ഈ വൈദികൻ പറയുന്നത് ഇങ്ങനെയാണ്, ഒരു വൈദികനാകാനുള്ള യോഗ്യത, ഭാവി ജീവിതം, വല്ലാത്ത ഭാരം, എന്തു ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ ഈ വൈദികൻ ഒരു തീരുമാനമെടുത്തു. അന്നത്തെ ജീവിതത്തിൻ്റെ സംഘർഷങ്ങളുടെ നടുവിൽ മുമ്പോട്ട് പോയാൽ എന്താകുമെന്ന് അറിഞ്ഞുകൂടാ. ഒരു സെമിനാരി ജീവിതം, ഒരു വൈദിക ജീവിതം എനിക്ക് സാധ്യമാണോ എന്നറിഞ്ഞുകൂടാ. പക്ഷേ ദൈവം പറഞ്ഞ കാര്യം അനുസരിക്കാൻ തീരുമാനമെടുത്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. വർഷങ്ങളേറെ മുന്നോട്ട് നീങ്ങി സെമിനാരി പഠന കാലഘട്ടം, പിന്നീട് ഇപ്പോൾ ഒരു വൈദികനായി ദൈവജനത്തിനു വേണ്ടി ശുശ്രൂഷ ചെയ്ത് ഈ വൈദികൻ ഞങ്ങളുടെ പോട്ട ആശ്രമത്തില് അഡ്മിനിസ്ട്രേറ്റർ ആയിട്ടുള്ള ബഹുമാനപ്പെട്ട ജേക്കബ് ചിറയിലച്ചൻ എന്ന് പറയും. എൻ്റെ സ്വദേശിയാണ്, എൻ്റെ നാട്ടുകാരനാണ്. ഈ അച്ഛൻ അൾത്താരിൽ നിന്ന് കരഞ്ഞുകൊണ്ട് ദൈവജനത്തോട് പറയുകയാണ്, ദൈവജനമേ, എൻ്റെ ഭാവിയെക്കുറിച്ച് എനിക്കൊരെത്തും പിടിയും കിട്ടാതിരുന്ന സന്ദർഭത്തിൽ ദൈവം പറഞ്ഞത് ഞാൻ അനുസരിച്ചു. അങ്ങനെ ഞാനൊരു വൈദികനായി 25 വർഷങ്ങൾ എൻ്റെ പൗരോഹിത്യ ജീവിതം ഞാൻ ആസ്വദിച്ചു. ദൈവത്തിന് നന്ദി. നല്ല കയ്യടി കർത്താവായി ഈശോയ്ക്ക് കൊടുത്തേ. ഹല്ലേലൂയാ. ഇത് ഞാൻ എന്തിനാ പറഞ്ഞെന്നറിയോ? ഇവിടെ ഇരിക്കുന്ന നമ്മുടെ കുടുംബത്തെക്കുറിച്ച് വല്ലാണ്ട് ഭാരപ്പെടുന്നുണ്ടല്ലോ ചിലര്. ഒരു വീടായിട്ടില്ല, ഒരു സ്ഥലം വാങ്ങാൻ പറ്റിയിട്ടില്ല, മക്കളുടെ പഠനം അങ്ങനെ ആയിട്ടില്ല, ഇനിയിപ്പോൾ എന്താകുമോ 100,000 ചോദ്യങ്ങൾ.
നിന്റെ ബുദ്ധി കൊണ്ട് ആലോചിച്ചു കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഉത്തരം കിട്ടില്ല. ഒരിക്കലും ഉത്തരം കിട്ടില്ല. മറിച്ച് ദൈവത്തിന് സമർപ്പിച്ച് അബ്രാഹാം ചെയ്തതുപോലെ നിന്റെ അൺസർട്ടനിറ്റി, മുമ്പോട്ട് പോകുമ്പോൾ എന്താകുമെന്നൊരു പിടുത്തമില്ല, തമ്പുരാൻ കർത്താവിൽ ഇങ്ങനെ വട്ടം പിടിച്ചാൽ നിന്റെ ജീവിതത്തെ കർത്താവ് നയിക്കും. സ്വർത്തി പറ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമ്മളൊന്ന് ശ്രദ്ധിച്ചേ. ഉദാഹരണത്തിന് ഒരു കുളത്തിന്റെ പടവുകൾ നമ്മൾ ഇറങ്ങുവാണ്, നല്ല ഇരുട്ട്. ഈ കുളത്തിന്റെ പടവുകൾ ഇറങ്ങുമ്പോൾ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദൈവമേ ശക്തമായ ഒരു വെളിച്ചം തന്ന് ഈ പടവുകൾ ഇറങ്ങാൻ, ചവിട്ടി ഇറങ്ങാൻ എനിക്ക് ബലം വേണം എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഉടൻ തന്നെ വലിയൊരു ഹാലജൻ ലൈറ്റ് അടിച്ച് ആ സ്റ്റെപ്പുകളെല്ലാം, പടവുകളെല്ലാം നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ അതിങ്ങനെ വെളിച്ചത്തിൽ നിർത്തുമോ? ഇല്ല. മറിച്ച് എന്ത് ചെയ്യും? നിനക്ക് തൊട്ടടുത്ത ആ സ്റ്റെപ്പ്, തൊട്ടടുത്ത പടവ് ചവിട്ടാനുള്ള കൃപ നിനക്ക് കിട്ടും. അല്ലാതെ ജീവിതത്തിന്റെ മുൻപോട്ടുള്ള വഴി മുഴുവൻ നിനക്ക് മുമ്പിൽ വലിയ പ്രകാശത്തിൽ തെളിച്ചിടുകയല്ല, ആ ഇരുട്ടിന്റെ നടുവിൽ നിനക്ക് അടുത്ത കാല് ചവിട്ടാനുള്ള ഒരു പടവ്, അടുത്ത കാല് ചവിട്ടാനുള്ള വെളിച്ചം നിനക്ക് ലഭിച്ചിരിക്കും. സ്വർത്തി പറഞ്ഞ ഹല്ലേലൂയാ. അതാണ് ഈ പ്രാർത്ഥനയുടെ ബലമെന്ന് പറഞ്ഞാൽ. ഈ രാത്രിയിൽ ദൈവജനമേ, ലോകത്തിന്റെ പല ഭാഗത്തിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നീ വിശ്വസിച്ചു കൊള്ളണം, ഇത്രമേൽ ഭാവിയെക്കുറിച്ച് ഭാരപ്പെടുമ്പോൾ കർത്താവെ എനിക്കൊരു കാര്യം അറിയാം, അടുത്ത ചുവട് ചവിട്ടാനുള്ള ബലം കർത്താവെ അങ്ങെനിക്ക് നൽകുന്നു. വിശ്വസിക്കുന്ന ഒരു ഒച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ എന്ന് പറഞ്ഞാൽ തമ്പുരാൻ കർത്താവിനെ നോക്കി കാല് ചവിട്ടിക്കണം. നാട്ടുകാരെ നോക്കി കാല് ചവിട്ടിയാൽ നീ താന്നു പോവും. ഓർത്താ മതി. ആരെ? പത്രോസിന് ഓർത്താ മതി, പത്രോസിന് ഓർത്താ മതി. പ്രിയപ്പെട്ടവരെ, പത്രോസ് ജലത്തിന് മുകളിലൂടെ, ഈശോദാ തൊട്ട് മുമ്പിൽ നിൽക്കുന്നു. പത്രോസ് നീ നടക്കടാ. പത്രോസ് ഇങ്ങനെ വെള്ളത്തിന് മുകളിലൂടെ ഇങ്ങനെ നടക്കുവാണ്. ചുറ്റുവട്ടത്തും ഈ കൊടുങ്കാറ്റ് ഇങ്ങനെ കാഞ്ഞടിക്കുന്നു, തിരമാല ആഞ്ഞടിക്കുന്നു. പത്രോസ് ഇങ്ങനെ ജലത്തിന് മുകളിലൂടെ ഇങ്ങനെ നടന്നു പോകുന്നു. മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 30-ാം വചനമൊക്കെ വായിച്ചാൽ മതി. പത്രോസ് ഇങ്ങനെ നടന്നു പോകുമ്പോൾ പത്രോസ് ആരെ നോക്കിയാ നടന്നു തുടങ്ങിയത്? ഈശോയെ നോക്കിയാണ് നടന്നു തുടങ്ങിയത്. നടപ്പങ്ങോട്ട് ഒരു സ്റ്റെപ്പ് വെച്ച്, രണ്ടാമത്തെ സ്റ്റെപ്പൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ പത്രോസ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. എന്തിനു നോക്കി? തിരമാലകൾ ഉയർന്നു വരുന്നു. താഴോട്ട് നോക്കിയപ്പോൾ ദൈവമേ, വലിയ ഈ ഇത്രയും വലിയ വെള്ളത്തിൽ ചവിട്ടി ഞാൻ എങ്ങനെ നിൽക്കും? വല്ലാത്ത ഭാരം. എന്താ സംഭവിച്ചത്? എപ്പോഴാണോ ഈ തിരമാലകളെ നോക്കിയത്, ജലത്തെ നോക്കിയത്, അപ്പോൾ പത്രോസ് താഴാൻ തുടങ്ങി. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എന്റെ പ്രിയപ്പെട്ട ദൈവജനമേ, അടുത്ത ചുവട് വെക്കാനായിട്ട് നീ നോക്കേണ്ടത് ആരെയാ? തമ്പുരാൻ കർത്താവിനെ നോക്കിക്കണം. തമ്പുരാൻ കർത്താവിനെ നോക്കണം. പ്രത്യേകിച്ച് ഇത് ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഒത്തിരി മാതാപിതാക്കൾ വിഷമിച്ചിരിക്കുന്നുണ്ട്. നീ കൂട്ടായ്മയ്ക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് തന്നൊരു സന്ദേശമാണ്. ഭാരപ്പെട്ടിരിക്കുന്ന മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കളെ തന്നത് ആരാ? സത്യം പറ, ആരാ തന്നത്? നിങ്ങളുടെ കഴിവ് കൊണ്ടാണോ? അല്ല, മറിച്ച് നിങ്ങളുടെ മക്കള് ദൈവം തന്ന മക്കളാണ്. ആ മക്കളെ ദൈവം ആഗ്രഹിക്കുന്ന തരത്തിൽ വളർത്താൻ ദൈവത്തിന് വിട്ടുകൊടുക്കണം. അല്ലാതെ നിന്റെ ബുദ്ധിയിൽ ഇവൻ ഇങ്ങനെ ആക്കണം, അങ്ങനെ ആക്കണം, ഇങ്ങനെ ചെയ്യണം, അതല്ലെന്ന്. ദൈവമേ, നീ ആഗ്രഹിക്കുന്ന തരത്തിൽ ദൈവത്തിൽ പരിപൂർണമായി ആശ്രയിക്കണം. ഭാവിയെക്കുറിച്ച് നീ ഇന്ന് കടന്നു പോകുന്ന ഏത് ഞെരുക്കത്തിന്റെ നടുവിലും തമ്പുരാൻ കർത്താവിനെ വട്ടം പിടിച്ചോണം. ചുറ്റുവട്ടത്ത് തിരമാലകൾ ഉയരും, വെള്ളം പലതരത്തിൽ നിന്നെ ഭാരപ്പെടുത്തും, നാട്ടുകാർ നോക്കി ചിരിക്കും, ചിലപ്പോൾ കളിയാക്കും, കുറ്റം പറയും, പലതരത്തിലുള്ള കെട്ടുകഥകൾ നിന്നെ കുറിച്ചുണ്ടാക്കും. അതും ഇത് നോക്കരുത്. ആരെ നോക്കണം? തമ്പുരാൻ കർത്താവിനെ നോക്കിക്കോണം. ശ്രദ്ധി പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഈ ഭാവിയെക്കുറിച്ച് ഒരെത്തും പിടിയും കിട്ടാത്തപ്പോഴും നീ ലോകത്തോട് വിളിച്ചു പറയുന്നു, എൻ്റെ ദൈവം നല്ലവനാണ്, എൻ്റെ ദൈവം നല്ലവനാണ്, എല്ലായ്പ്പോഴും അവിടുന്ന് നല്ലവനാണ്. ഒച്ചത്തിൽ പറഞ്ഞേ, ഗോഡ് ഈസ് ഗുഡ് all the time, all the time, God is good. Praise the Lord. വിശ്വസിക്കുന്ന ഒരു നല്ലൊരു കയ്യടി കർത്താവ് ഈശോയ്ക്ക് കൊടുത്തേ. പോരാ, നല്ല കരങ്ങൾ ഉയർത്തി കയ്യടിച്ചേ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പോൾ ഇനി ശ്രദ്ധിച്ചേ, മൂന്നാമത്തെ ഒരു മേഖല തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത്, പ്രത്യേകിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചതിയിൽപ്പെട്ടു,
ഒരു ചതിയിൽപ്പെട്ടു. നമ്മുടെ ജീവിതത്തിൽ അത്രമേൽ സ്നേഹിച്ചിരുന്ന ആരെങ്കിലും ആവും നമ്മളെ ചതിച്ചത്. ഉടനെ നമ്മുടെ ഉള്ളിൽ ചതിച്ച ആളെ എങ്ങനെയെങ്കിലും വകവരുത്താൻ നമ്മൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. അയാളെ എങ്ങനെ നശിപ്പിക്കാമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കും. അത്രമേൽ സ്നേഹിച്ച ഒരാള് നമ്മൾ ഏതെങ്കിലും തരത്തിൽ ഉപേക്ഷിച്ചു. നമ്മുടെ ഉള്ളിൽ വല്ലാത്ത ഭാരം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പഴയ നിയമത്തിലെ ജോസഫിനെ ഇടയ്ക്കിടയ്ക്കൊന്ന് ധ്യാനിച്ചോണം. പൊട്ടക്കിണറ്റിൽ കടന്നു, കാരാഗ്രഹത്തിൽ കടന്നു, ജീവിതത്തിൽ ഒറ്റപ്പെട്ടു, ചതിക്കപ്പെട്ടു, ഇല്ലാ കഥകൾ പറഞ്ഞു. ഈ ജോസഫ് എന്ത് ചെയ്തു? തന്നെ വേദനിപ്പിച്ചവരെ ശരിയാക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചോ? ഇല്ല. ഈ ജോസഫ് എടുത്തൊരു നിലപാടുണ്ട്. ഈ ശുശ്രൂഷ അവസരത്തിൽ എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, ഉൽപ്പത്തിയുടെ പുസ്തകം 50-ാം അധ്യായം 20-ാം തിരുവചനം ബൈബിൾ തുറക്കൂ. എന്നിട്ട് ആ സുന്ദരമായ വചനം ഒന്ന് കണ്ടുപിടിച്ചേ. ഉൽപ്പത്തിയുടെ പുസ്തകം 50-ാം അധ്യായം അതിൻ്റെ 20-ാം തിരുവചനം. 50-20. നിങ്ങൾ എനിക്ക് തിന്മ ചെയ്തു, പക്ഷേ ദൈവം അത് നന്മയാക്കി മാറ്റി. ഇന്ന് കാണുന്നത് പോലെ അനേകം പേരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് അവിടുന്ന് അത് ചെയ്തത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ വചനം വലതുകരം ഒന്ന് ഉയർത്തിപ്പിടിച്ച് എൻ്റെ കൂടെ ഒന്ന് ഒച്ചത്തിലൊന്ന് ഏറ്റു പറഞ്ഞേ, നിങ്ങൾ എനിക്ക് തിന്മ ചെയ്തു. നല്ല ഒച്ചത്തിൽ പറഞ്ഞു, നിങ്ങൾ എനിക്ക് തിന്മ ചെയ്തു, പക്ഷേ ദൈവം അത് നന്മയാക്കി മാറ്റി. ഇന്ന് കാണുന്നത് പോലെ അനേകം പേരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് അവിടുന്ന് അത് ചെയ്തത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദേ ശ്രദ്ധിച്ചേ, നമ്മുടെ ജീവിതത്തിൽ നമ്മളെ പലരും ചതിച്ചു, വിഷമിപ്പിച്ചു, ഇല്ലാ കഥകൾ പറഞ്ഞു, അവഗണിച്ചു, പൊട്ടക്കിണറ്റിലിട്ടു. പല അനുഭവം ഉണ്ടായിട്ടില്ലേ? സത്യം പറ, ഉണ്ടായിട്ടില്ലേ? ഉണ്ടല്ലോ. അതേ ഇപ്പോഴും ഉള്ളൂ. എന്നും കർത്താവേ ഇതാണ് അവസ്ഥ. എന്നാൽ നീ ഒരു കാര്യം, വിശുദ്ധ ഗ്രന്ഥം നൽകുന്നൊരു പ്രായോഗിക പരിശീലനം എന്താണെന്നറിയാവോ? അതായത് പഴയ നിയമത്തിൽ ജോസഫ് കാരാഗ്രഹത്തിൽ കിടന്നതുകൊണ്ടാണ് ആ മനുഷ്യൻ പിന്നീട് കിരീടം ധരിച്ച് ആ കസേരയിൽ ഇരുന്നത്. ആമേൻ, ആമേൻ. എന്ന് പറഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ ചില കാരാഗ്രഹങ്ങൾ, ചില കഷ്ടപ്പാട്, ചില ഞെരുക്കങ്ങൾ നല്ലതാണ്. അടുത്തിരിക്കുന്ന ആളോടൊന്ന് പറഞ്ഞു കൊടുത്തേ, ചില ഞെരുക്കങ്ങൾ നല്ലതാണ്. വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലേ? എൻ്റെ ദൈവമേ, ഞെരുക്കം നല്ലതാണെന്ന് ആദ്യമായിട്ടാ കേൾക്കണേ. ഈ ഞെരുക്കം മാറണേന്നേ പ്രാർത്ഥിച്ചിട്ടുള്ളൂ അല്ലേ? പക്ഷേ വിശുദ്ധ ഗ്രന്ഥം പറയുന്നു, നിനക്ക് ചില ഞെരുക്കം, ചില കഷ്ടപ്പാട് ഉണ്ടാവുന്നത് നല്ലതാണ്. പറഞ്ഞേ ആമേൻ, ആമേൻ. ഞാൻ ചോദിക്കട്ടെ, ധൂർത്തപുത്രൻ എപ്പോഴാണ് മാനസാന്തരപ്പെട്ടത്? ചോദ്യം, എപ്പോഴാണ് ധൂർത്തപുത്രൻ മാനസാന്തരപ്പെട്ടത്? നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ധൂർത്തപുത്രന്റെ മാനസാന്തരം. അയാൾ എപ്പോഴാ മാനസാന്തരപ്പെട്ടെ? ബോധോദയം ഉണ്ടായി. എപ്പോഴാ ബോധോദയം ഉണ്ടായേ? പന്നിക്കുഴിയിലെത്തി. പന്നിക്കുഴിയിൽ എപ്പോഴാ എത്തിയത്? ലൂക്കാസ് വിശേഷം 15-ാം അധ്യായം 14-ാം തിരുവചനം ശ്രദ്ധയോടെ വായിച്ചോ. ഇവിടെ ഇരിക്കുന്ന അനേകർക്ക് വേണ്ടി കർത്താവ് തരുന്നൊരു സന്ദേശമായിട്ട് സ്വീകരിച്ചോണം. ലൂക്കാസ് വിശേഷം 15-ാം അധ്യായം 14-ാം തിരുവചനം ധൂർത്തപുത്രനെ കുറിച്ച് എഴുതിയിരിക്കുന്ന ഒരു വചനം വായിച്ചാലോ. അവൻ എല്ലാം ചെലവഴിച്ചു കഴിഞ്ഞപ്പോൾ ആ ദേശത്ത് ഒരു കഠിന ക്ഷാമം ഉണ്ടാവുകയും അവൻ ഞെരുക്കത്തിലാവുകയും ചെയ്തു. ഇങ്ങോട്ട് നോക്കിക്കേ, ക്ഷാമം ഉണ്ടായത് നന്നായോ? ഒന്നും പറയണില്ലല്ലോ. ഞെരുക്കം ഉണ്ടായത് നന്നായോ? പറ. നന്നായി. ആ ക്ഷാമം ഉണ്ടായതുകൊണ്ട്, ഞെരുക്കം ഉണ്ടായതുകൊണ്ട് ആ മനുഷ്യന്റെ ജീവിതത്തിൽ അത്ഭുതകരമായി ദൈവം പ്രവർത്തിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞേ, ചില ഞെരുക്കം നല്ലതാണ്. ചില ഞെരുക്കം നല്ലതാണെന്ന്. കാനായിലെ വിവാഹ വിരുന്നിൽ വീഞ്ഞ് തീർന്നു പോയത് കൊണ്ടാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ ആ കുടുംബത്തെ നമ്മൾ ഇന്ന് ഓർക്കുന്നത്. ആദ്യത്തെ അത്ഭുതമെന്ന് യോഹന്നാൻ ശ്ലീഹ കുറിച്ചു വെച്ചിരിക്കുന്നത്
അങ്ങനെ ഒരു കുറവ് ആ വീട്ടിൽ ഉണ്ടായത് കൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു കുറവ് ഉണ്ടാവുന്നത് നല്ലതാണ്. ഒരു അത്ഭുത പ്രവർത്തിക്ക് വേണ്ടിയാണ് ആ കുറവെന്ന് നീ ഉറപ്പിച്ചോണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കുറവ് എവിടെയുണ്ടോ അവിടെ ദൈവം പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. അടുത്തിരിക്കുന്ന ആളോട് പറ, കുറവ് എവിടെയുണ്ടോ അവിടെ ദൈവം പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, പഠിച്ചോണം. എവ്രി ഡിസപ്പോയിന്റ്മെന്റ് ഇറ്റ് ഈസ് ഹിസ് അപ്പോയിന്റ്മെന്റ്. എവ്രി ഡിസപ്പോയിന്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മുടെ മക്കൾ പറയത്തില്ലേ ഡിസപ്പോയിന്റഡ്, ഡിസപ്പോയിന്റഡ് എന്ന് പറഞ്ഞാൽ നിരാശ. എവ്രി ഡിസപ്പോയിന്റ്മെന്റ്, നിന്റെ ജീവിതത്തിൽ നീ കടന്നു പോകുന്ന ഏതൊരു നിരാശയും ഏതൊരു കഷ്ടവും ഏതൊരു ഞെരുക്കവും വിശുദ്ധ ഗ്രന്ഥം നിന്നോട് പറയുന്ന ഒരു പ്രായോഗിക പരിശീലനത്തിന്റെ സമയമാണ്. ഏത്? ദൈവത്തിന്റെ കൃപ അനുഭവിക്കാൻ നിനക്ക് നൽകപ്പെട്ട ഒരു അവസരമാണ്. ഉച്ചത്തിൽ പറഞ്ഞേ ആമേൻ, ആമേൻ. ഏതൊരു ഞെരുക്കവും വിശ്വസിച്ചോണം. ഏതൊരു ഞെരുക്കവും നിന്റെ ജീവിതത്തിൽ ദൈവം ഇടപെടാൻ വേണ്ടി ഞാനൊരു 8 വർഷത്തോളം ഡൽഹിയിലുള്ള ഡിവൈൻ ധ്യാന മന്ദിരത്തിലായിരുന്നു. ഞങ്ങളുടെ ഒരു ധ്യാന കേന്ദ്രമുണ്ട്. ആ ധ്യാന മന്ദിരത്തിലായിരിക്കുമ്പോൾ അനേക തരത്തിലുള്ള അനുഭവങ്ങളെ ജീവിതത്തിൽ കാണാൻ ഇടവന്നിട്ടുണ്ട്. അതിൽ എൻ്റെ ജീവിതത്തിൽ എന്ന് ഓർത്തിരിക്കുന്ന ഒരു സംഭവം, കേരളത്തിൽ നിന്ന് 15ഓളം നേഴ്സുമാര് ഡൽഹിയിൽ വിദേശത്ത് പോകാൻ വേണ്ടി ഒരു ഹോട്ടലിൽ താമസിക്കുന്നു. അവരെ അവിടെ കൊണ്ടുവന്നിരിക്കുന്ന ഒരു ഏജന്റാണ്. ഒരു നേഴ്സ് 20 ലക്ഷം രൂപ വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇവര് 15 നേഴ്സുമാര് 20 ലക്ഷം രൂപ വെച്ച് ഒരു ഏജന്റിന് കൊടുത്ത് വിദേശത്ത് നല്ല ജോലി, നല്ല ശമ്പളം, ഇതാണ് ഓഫർ. ഇങ്ങനെ കുറച്ച് ദിവസമായി ഇപ്പൊ വിസ വരും, നാളെ വരും എന്നൊക്കെ പറഞ്ഞ് ഇവർ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അങ്ങനെ ദിവസങ്ങൾ മുന്നോട്ട് നീങ്ങുന്നു. വലിയ പ്രതീക്ഷയിലാണ്. ഒരു ദിവസം ഈ ഏജന്റ് മുങ്ങി. വലിയ ഭാരം, പ്രശ്നം. ആ നാളുകളിൽ കേരളത്തിൽ പത്രത്തിലൊക്കെ വാർത്ത വന്നു, മലയാളി പെൺകുട്ടികൾ ഇതാ ഡൽഹിയിൽ കുടുങ്ങിക്കിടക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, കണ്ണുനീരും ദുഃഖവും. ഈ 15 നേഴ്സുമാരുടെ വീടുകളിൽ നിന്ന് പലതരത്തിലുള്ള ആളുകൾ, 15ൽ 14 പേരുടെയും വീടുകളിൽ നിന്ന് പലരായിട്ട് അവിടെ എത്തി. എന്നിട്ട് ഈ പറഞ്ഞ തരത്തിലുള്ള പ്രശ്നങ്ങളിലൊക്കെ ഇടപെടാൻ തുടങ്ങി. പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തു, അന്വേഷണം ആരംഭിച്ചു. സങ്കടം, ഭാരം, ഇവരുടെ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയാണ് ഈ ഏജന്റ് കൊണ്ടുപോയത്. മുങ്ങി. ഇതിൽ ഒരു പെൺകുട്ടി, ഈ പെൺകുട്ടിയുടെ വീട്ടിൽ നിന്ന് ആരും വന്നിട്ടില്ല. കാരണം ആരും വരാനില്ല. ഇവളുടെ വീട് അത്രമേലൊരു സങ്കടത്തിന്റെ അവസ്ഥയിലാണ്. അപ്പൻ കിടപ്പിലാണ്. ആകപ്പാടെ ഉണ്ടായിരുന്ന വീട് ബാങ്കിൽ ലോണിൽ വെച്ച് അതിൽ നിന്ന് കിട്ടിയ പണം കൊണ്ടാണ് ഇവൾ ഈ ഏജന്റിന് പണം കൊടുത്തത്. ഇവളുടെ ജീവിതത്തിൽ വല്ലാത്ത ഞെരുക്കം, എന്തു ചെയ്യണമെന്നറിഞ്ഞുകൂടാ. കരച്ചിലോട് കരച്ചിൽ. കുറെ ദിവസങ്ങൾ ഈ പ്രശ്നങ്ങൾ അങ്ങനെ പ്രകമ്പനം കൊണ്ടു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഈ 15 പേരിൽ 14 പേരും കേരളത്തിലോട്ട് പോന്നു. ഒരൊറ്റ പെൺകുട്ടി, ഇവൾക്ക് മാത്രം പോകാൻ ഇടമില്ല. കുറച്ച് പ്രാർത്ഥനാ ഗ്രൂപ്പുകാരൊക്കെ ചേർന്നിട്ടാണ് ഇവളെ ആശ്വസിപ്പിച്ച് നമ്മുടെ ധ്യാന മന്ദിരത്തിൽ കൊണ്ടുവന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, അച്ഛാ, ഇവൾക്ക് ഇവിടെ കുറച്ച് ദിവസം താമസിക്കാൻ നമുക്കൊരു അവസരം കൊടുക്കണം. കാരണം ഇവളുടെ അവസ്ഥ വളരെ മോശമാണ്, വളരെ മോശമാണ്. സങ്കടം. ഈ പെണ്ണ് നിന്ന് കരയുന്നു മാത്രമേ ചെയ്യുന്നുള്ളൂ, വേറെ ഇതിനൊന്നും പറയാൻ പോലും അറിഞ്ഞുകൂടാ. പാവം. ഞാൻ ഈ പെൺകുട്ടിയോട് പറഞ്ഞു, മോളെ, നീ ധ്യാന മന്ദിരത്തിൽ ശാന്തമായിട്ട് താമസിച്ചോ, ദൈവം നിന്നിൽ ഇടപെടും. അപ്പൊ ഇവൾ എന്നോട് ചോദിച്ചു, അച്ഛാ, ഞാൻ എന്നതാ പ്രാർത്ഥിക്കണ്ടേ? ഞാൻ പറഞ്ഞു, പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണെന്നൊന്നും നിന്നെ ഇപ്പൊ പഠിപ്പിക്കാൻ പറ്റിയ സമയമൊന്നുമല്ല. പക്ഷെ നിനക്കൊരു കാര്യം ചെയ്യാൻ പറ്റും. വിശുദ്ധ ഗ്രന്ഥം, സമ്പൂർണ്ണ ബൈബിള് ഇവളുടെ കയ്യിലോട്ട് എടുത്തു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, മോളെ, ഇതിൽ നിനക്ക് പ്രായോഗിക പരിശീലനത്തിന്റെ, ഇപ്പോൾ നീ കടന്നു പോകുന്ന സങ്കടത്തിന് എന്ത് വേണമെന്നുള്ള ഉത്തരം നൽകുന്ന ഗ്രന്ഥമാണ് നിന്റെ കയ്യിൽ. ഈ വിശുദ്ധ ഗ്രന്ഥം ശാന്തമായിട്ടിരുന്ന് വായിക്കുക. എന്നിട്ടൊരു നോട്ട് ബുക്കും പേനയും കൊടുത്തിട്ട് പറഞ്ഞു, നിനക്ക് ഇഷ്ടപ്പെട്ട ദൈവവചനം ഇതിൽ നിന്ന് കിട്ടുമ്പോൾ നീ അത് കുറിച്ചു വെക്കുക. അങ്ങനെ ശാന്തമായിട്ടിരുന്ന് ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുക. നിത്യാരാധന ചാപ്പലിൽ ഈ പെൺകുട്ടിയെ ഇരുത്തി അവളോട് വായിക്കാനും പ്രാർത്ഥിക്കാനും സമയമൊരുക്കി കൊടുത്തു. ഞാൻ കണ്ടു, ഇവൾ നിത്യാരാധനയുടെ മുമ്പിൽ ഇരുന്ന് ഉൽപ്പത്തി മുതൽ വചനം വായിക്കുന്നു. ചില വചനങ്ങളൊക്കെ ഇങ്ങനെ കുറിച്ചു വെക്കുന്നു. അങ്ങനെ ആരാധനയുടെ മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. ദിവസങ്ങൾ മുന്നോട്ട് നീങ്ങി. ഒരു 8-9 മാസങ്ങൾ തന്നെ കഴിഞ്ഞു പോയിട്ടുണ്ട്. ധ്യാന മന്ദിരത്തിൽ വന്ന മലയാളിയായിട്ടുള്ള മറ്റൊരു സഹോദരൻ, അദ്ദേഹത്തോട് ഞാൻ ഈ പെൺകുട്ടിയെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, അച്ഛാ, ഞാൻ ഇവളെ വിദേശത്ത്
ഗൾഫ് രാജ്യത്ത് ഇന്ന സ്ഥലത്ത് നല്ല ശമ്പളത്തോടുകൂടി ഒരു ജോലി ക്രമീകരിച്ചു കൊടുക്കാം. അങ്ങനെ കർത്താവിന്റെ വലിയൊരു പദ്ധതി അതല്ലേ പറയണ്ടു. ഈ പെൺകുട്ടിക്ക് കർത്താവ് ആ വ്യക്തിയിലൂടെ നല്ല ശമ്പളത്തോടുകൂടെ ഒരു ജോലി ക്രമീകരിച്ചു കൊടുത്തു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇവൾക്ക് ജോലി കിട്ടിയതിനെ കുറിച്ചൊന്നും അല്ല എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതിനുശേഷം ഒരു 2.5 വർഷം കഴിഞ്ഞിട്ടാണ് ഗൾഫില് സെന്റ് മൈക്കിൾസ് ചാപ്പലില് ഷാർജയില് അവിടെ ഒരു ധ്യാന ശുശ്രൂഷയ്ക്ക് വേണ്ടി കടന്നു ചെല്ലുമ്പോൾ അവിടുത്തെ ഒരു ശുശ്രൂഷകനായിട്ടുള്ള വ്യക്തി എന്നോട് പറഞ്ഞു, അച്ഛാ, ഇവിടെ നിന്ന് കുറച്ച് ദൂരെ മാറി 500 കിലോമീറ്റർ അകലെ അവിടെ മലയാളികളായിട്ടുള്ള ഒരുമിച്ചുള്ള ഒരു പ്രാർത്ഥനാ ശുശ്രൂഷ നടക്കുന്നുണ്ട്, നമുക്ക് അവിടം വരെ ഒന്ന് പോയാലോ? ഞാൻ പറഞ്ഞു, നമുക്ക് പോകാം, സമയമുണ്ടല്ലോ. ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച, ഒരു കൂടാരത്തില് 500 മലയാളികൾ ഒരുമിച്ച് കൂടി നിന്ന് പ്രാർത്ഥിക്കുകയാണ്. അവരുടെ കൺസ്ട്രക്ഷൻ സൈറ്റിൽ ജോലി ചെയ്യുന്നവരായതുകൊണ്ട് അവർക്ക് പള്ളി വരാൻ സമയവും സൗകര്യം കിട്ടുന്നില്ല. സാമ്പത്തികമായിട്ടും വലിയ ഭാരമുള്ളവരാണ്. ഈ 500 പേര് ഈ കൂടാരത്തിൽ നിന്നുകൊണ്ട് ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല തീ കത്തുന്ന ശുശ്രൂഷയാണ്. ഞാൻ കാണുന്നൊരു കാഴ്ച, സ്റ്റേജിൽ നിന്ന് ഒരു പെൺകുട്ടിയാണ് ഈ ശുശ്രൂഷ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ സ്വരം കേട്ടപ്പോൾ ദൈവമേ, നല്ല പരിചയമുണ്ടല്ലോ. അതിനുശേഷം സ്റ്റേജിന്റെ സൈഡിൽ വന്ന് നിന്നപ്പോൾ ശുശ്രൂഷ കഴിഞ്ഞിട്ട് ഈ പെൺകുട്ടി ഇറങ്ങി വന്നിട്ട് എന്നോട് ചോദിച്ചു, അച്ഛാ, അച്ഛൻ എന്നെ ഓർക്കുന്നുണ്ടോ? ഞാൻ നോക്കിയപ്പോൾ ഞെട്ടിപ്പോയി. ഏത് പെണ്ണെന്നറിയോ? നമ്മുടെ ധ്യാന മന്ദിരത്തിലിരുന്ന് 8-9 മാസക്കാലം കരഞ്ഞ പെണ്ണ് ദേ ഇന്ന സ്ഥലത്ത് നിന്ന് വചനം പറയുന്നു. ഞാൻ ഈ പെണ്ണിനോട് ചോദിച്ചു, മോളെ, ഇടി നിനക്ക് ഇവിടെ എവിടെയോ നല്ല ജോലിയൊക്കെ ആയെന്നാണല്ലോ എൻ്റെ അറിവ്. അതെ അച്ഛാ, നല്ല ജോലിയുണ്ട്, എനിക്ക് ഇന്ന ഹോസ്പിറ്റലിൽ നല്ല ജോലി, നല്ല ശമ്പളം. അപ്പൊ ഞാൻ ചോദിച്ചു, നീ ഒരു നേഴ്സല്ലേ, നീ ഇപ്പൊ ഈ വചനം എങ്ങനെ പറയുന്നു? അപ്പോഴാണ് ഈ പെൺകുട്ടി പറഞ്ഞത്, അച്ഛൻ ഈ ബൈബിൾ ഓർമ്മയുണ്ടോ? ഈ നോട്ട് ബുക്ക് ഓർമ്മയുണ്ടോ? 7-8 മാസക്കാലം ആ ധ്യാന മന്ദിരത്തിന് നിത്യാരാധന ചാപ്പലിരുന്ന് ഞാൻ കരഞ്ഞ് വായിച്ചതാണച്ചാ, എൻ്റെ ജീവിതമാണച്ചാ ഞാൻ ഇന്ന് വചനം പറയുന്നത്, ഞാൻ ഈ ശുശ്രൂഷ നയിക്കുന്നത്. അച്ഛാ, എൻ്റെ കണ്ണുനീരാണ് ഞാൻ ഇന്നൊരു ശുശ്രൂഷയാക്കി മാറ്റിയത്. നല്ല കയ്യടി കർത്താവായി ഈശോയ്ക്ക് കൊടുത്തേ. പോരാ, കരങ്ങൾ ഉയർത്തി കയ്യടിച്ചേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. Every disappointment, it is his appointment. നിന്റെ ജീവിതത്തിൽ ചില ഞെരുക്കങ്ങൾ ഉണ്ടായത് നന്നായി, ചില ഞെരുക്കങ്ങൾ, കഷ്ടതകൾ ഉണ്ടാവുന്നത് നല്ലതാണെന്ന്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളോട് ഒന്നും കൂടെ പറഞ്ഞു കൊടുത്തേ, മുഖത്ത് നോക്കി ചിരിച്ചോണ്ട് പറഞ്ഞേ, ചില കഷ്ടപ്പാട് ഉണ്ടാവണം നല്ലതാണെന്ന്. ചില കഷ്ടപ്പാട് ഉണ്ടാവുന്നത് നല്ലതാണെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വചനത്തില് കൃത്യമായിട്ട് നമ്മൾ ഈ മേഖല പഠിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് വായിച്ചു ധ്യാനിക്കാൻ സങ്കീർത്തനം 23-ാം അധ്യായം അതിന്റെ 1-ാം തിരുവചനം ഒന്ന് വായിച്ചേ. സങ്കീർത്തനം 23-ന്റെ 1 കാണാതെ അറിയാവുന്നൊരു വചനമാണെന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഒച്ചത്തിലൊന്ന് വായിച്ചേ. സങ്കീർത്തനം 23-ന്റെ 1-ാം തിരുവചനം. ഏതാ വചനം പറഞ്ഞേ? കർത്താവാണ് എൻ്റെ ഇടയൻ, കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവാണ് എൻ്റെ ഇടയൻ. 2 കരങ്ങൾ ഉയർത്തി പറഞ്ഞേ, കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇത് നമ്മൾ വിശ്വസിച്ചോണേ. ജീവിതത്തില് ചതിക്കപ്പെട്ടു, വല്ലാത്ത ഭാരം ജീവിതത്തിൽ പെട്ടു എന്നോർക്കുമ്പോൾ, മുമ്പോട്ട് നോക്കുമ്പോൾ നീ ഓർത്തുകൊള്ളണം, എൻ്റെ ദൈവം അറിയാതെ ഒന്നും സംഭവിക്കില്ല. എവറി ഡിസപ്പോയിന്റ്മെന്റ്, ഞാൻ ഇന്ന് കടന്നു പോകുന്ന ഈ ഞെരുക്കം, ഈ രോഗം, ഈ വിഷമം, ഈ ചതി, ഇതെന്തിനാ? ദൈവത്തിന്റെ ഒരു പദ്ധതിയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും മുമ്പോട്ട് നീങ്ങാൻ പറ്റാതെ ട്രാപ്പിലാക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചതിയുടെ മറ്റൊരു വശമാണല്ലോ, അതായത് പെട്ടിരിക്കുന്നു, അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലാത്ത അവസ്ഥ അല്ലേ? അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, ഇനി എന്ത് ചെയ്യണം, എന്താണെന്നൊരു പിടുത്തം കിട്ടുന്നില്ല. ഭാരപ്പെട്ടിരിക്കുന്നവരുണ്ട്. വായിച്ച് ധ്യാനിക്കാൻ പുറപ്പാട് പുസ്തകം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലോട്ട് വരുന്നത് ചെങ്കടലാണ്. 14-ാം അധ്യായം 14-ാം തിരുവചനം. ഈ രാത്രിയിൽ ദൈവജനമേ, ഹൃദയത്തിൽ എഴുതി ചേർക്കേണ്ട വചനമാണ്. 14 ബുക്ക് ഓഫ് എക്സോഡസ് ചാപ്റ്റർ 14 വേഴ്സ് 14. ബൈബിൾ തുറന്നൊന്ന് വായിച്ചേ, നല്ല വചനമാണ്, പഠിച്ചോ. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി. പറഞ്ഞേ ആമേൻ. ആമേൻ. ആര് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും? പറ.
ഒച്ചത്തിൽ പറ. ഭർത്താവ് യുദ്ധം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഭർത്താവ് എന്തെല്ലാം യുദ്ധം ചെയ്തു. കർത്താവ് കേട്ടോ, ഭർത്താവല്ല, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി. പറഞ്ഞേ ആമേൻ, ആമേൻ. അടുത്തിരിക്കുന്ന ആൾക്കൊന്ന് കൈ കൊടുത്തോണ്ട് പറഞ്ഞേ, കർത്താവ് നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും. കർത്താവ് നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നീ ശാന്തമായിരുന്നാൽ മതി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അല്ലേ? മുമ്പോട്ടും പോകാൻ മേലെ പുറകോട്ടും പോകാൻ പാടില്ല. ആരുടെ അവസ്ഥയാ? ഇസ്രായേൽക്കാരുടെ അവസ്ഥയാ. മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല, കാരണം ചെങ്കടൽ. പുറകോട്ട് പോകാൻ നോർത്തപ്പോൾ പുറയിൽ നിന്ന് ഫറവോയുടെ സൈന്യം. മലയാളത്തിൽ എന്ത് വിളിക്കും? ചെകുത്താനും കടലിനും ഇടയ്ക്ക്. അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. പെട്ടു ദൈവമേ, പെട്ടു. എന്തു ചെയ്യും? ചില പെട്ടവസ്ഥ. ഇവിടെ ഇരിക്കുന്നവരുണ്ടല്ലോ. കഴിഞ്ഞ ദിവസം പ്രാർത്ഥിക്കാൻ വന്ന ഒരു പെണ്ണ്, ഒരു അമ്മയാണ്. ഈ സ്ത്രീ പറഞ്ഞു, അച്ഛാ 2 മക്കള്, ഭർത്താവ്, ഞാൻ പെട്ട അവസ്ഥയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അച്ഛാ എൻ്റെ സ്വപ്നത്തിനിണങ്ങാത്ത ജീവിത പങ്കാളി ഒരു വശത്ത്. പിന്നെ മക്കളൊക്കെ ആയപ്പോൾ ഈ മക്കൾ ഉണ്ടെങ്കിൽ സന്തോഷം ഉണ്ടാവും ഓർത്തു. എന്നാൽ പറഞ്ഞാൽ കേൾക്കാത്ത 2 എണ്ണം. എന്നാ ചെയ്യും അച്ഛാ? പെട്ടിരിക്കുക, ഒരു സമാധാനമില്ല. എന്തു ചെയ്യും? വീട്ടിൽ നിന്ന് സമാധാനമില്ല, മനുഷ്യരിൽ നിന്ന് സമാധാനമില്ല. ഞാൻ പെട്ടു. എന്നാ ചെയ്യും? എന്നെ പ്രിയപ്പെട്ടവരെ, മുമ്പോട്ടും പോകാൻ പാടില്ല, പുറകോട്ടും പോകാൻ പാടില്ലാതെ പെട്ടിരിക്കുമ്പോൾ നിനക്ക് വേണ്ടി വഴി തുറക്കുന്നൊരു ദൈവമുണ്ട്. പറഞ്ഞേ ആമേൻ, ആമേൻ. നിന്റെ ബുദ്ധിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു കാര്യം ദൈവം നിനക്ക് വേണ്ടി ചെയ്യുന്നു. കാണാതെ അറിയാവുന്ന ഒരു വചനം പറയട്ടെ. ഹബക്കൂക്ക് പ്രവചനം 1:5. പലർക്കും കാണാതെ അറിയാമായിരിക്കും, അറിയാൻ പാടില്ലാത്തവർ പഠിച്ചോണം. ഈ വചനം ഇടയ്ക്കിടയ്ക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ പറഞ്ഞോണം. ഹബക്കൂക്ക് പ്രവചനം 1:5 പറഞ്ഞേ. ജനതകളുടെ ഇടയിലേക്ക് നോക്കി നിങ്ങൾ വിസ്മയഭരിതരാകുവിൻ. പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത ഒരു കാര്യം നിങ്ങളുടെ നാളുകളിൽ ഞാൻ ചെയ്യാൻ പോകുന്നു. ഒച്ചത്തിൽ പറഞ്ഞ വലതുകര ഉയർത്തിപ്പിടിച്ച് ഒച്ചത്തിൽ പറഞ്ഞ്, ജനതകളുടെ ഇടയിലേക്ക് നോക്കി വിസ്മയഭരിതരാകുവിൻ. പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത ഒരു കാര്യം നിങ്ങളുടെ നാളുകളിൽ ഞാൻ ചെയ്യാൻ പോകുന്നു. വിശ്വസിക്കുന്നവരൊന്ന് കൈയടിച്ചൊന്ന് പാസ്സാക്കിക്കേ. ഇത് സംഭവിക്കണം. ഉച്ചത്തിൽ പറ ആമേൻ, ആമേൻ. പറഞ്ഞാൽ വിശ്വസിക്കാനാകാത്ത ഒരു കാര്യം, ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു കാര്യം എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ചെയ്യും. ഈ രാത്രിയിൽ നമ്മൾ വിശ്വസിച്ചത് ഏറ്റെടുത്തോണം. കർത്താവെ, ഞാനത് ഏറ്റെടുക്കുന്നു. പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത കാര്യം. എങ്ങനെ മുമ്പോട്ട് നീങ്ങണമെന്ന് എനിക്ക് എത്തും പിടിയില്ല കർത്താവെ, പക്ഷെ എനിക്കൊരു കാര്യം അറിയാം, നീ എനിക്ക് വേണ്ടി വഴി തുറക്കും. ആമേൻ, ആമേൻ. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ചിലര് വളരെ ശ്രദ്ധിച്ചോണം. പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിലൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന, കരഞ്ഞുകൊണ്ട് നൈറ്റ് വിജിൽ പങ്കെടുക്കുന്നവരുണ്ട്. ദൈവമേ, എന്തു ചെയ്യും? വിദേശ രാജ്യത്തെത്തി, ഒത്തിരി കഷ്ടപ്പെട്ടെത്തി, ഒത്തിരി പണം മുടക്കി എത്തി, എന്നിട്ട് ഇവിടെയോ മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല. ഒരു പാർട്ട് ടൈം ജോലി പോലും കിട്ടുന്നില്ല. വിസ പ്രോസസ്സ് മൊത്തം പരിങ്ങലിൽ കിടക്കുന്നു. PR ഒന്നും കിട്ടാൻ സാധ്യതയില്ല. ഇനി എന്തു ചെയ്യും? നാട്ടിലോട്ട് തിരിച്ചു പോകണ്ടേ? പരാജയമാണോ? ദൈവമേ, ഇനി എന്തു ചെയ്യും? പെട്ടിരിക്കുന്നു. ദൈവം നിനക്ക് വേണ്ടി ഒരു വഴി തുറക്കും. ദൈവം നിനക്ക് വേണ്ടി ഒരു വഴി തുറക്കും. ഉച്ചത്തിൽ പറഞ്ഞ് ആമേൻ, ആമേൻ. ബുദ്ധിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു കാര്യം എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ചെയ്യും. വലതുകര ഉയർത്തി ഉച്ചത്തിൽ പറഞ്ഞോ ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മറ്റൊരു മേഖല വിശുദ്ധ ഗ്രന്ഥം നൽകുന്ന പ്രായോഗിക പരിശീലനം എന്തെന്നറിയോ? നമുക്കൊത്തിരി നഷ്ടങ്ങളുണ്ടായി. നമുക്കൊത്തിരി നഷ്ടം. അതോടൊപ്പം തന്നെ നമുക്കതിനുള്ള കഴിവുമില്ല. ബലഹീനമായ അവസ്ഥ. നിനക്ക് നഷ്ടമുണ്ടാവുന്നത്, നമുക്ക് കഴിവില്ല, ബലഹീനമായ അവസ്ഥ. എന്തിനാണെന്നറിയോ? ദൈവത്തിൽ ആശ്രയിക്കാനും ജീവിതത്തിൽ ഈ അനുഭവങ്ങൾ അനുഗ്രഹമായി മാറ്റപ്പെടാനും പൗലോസ്ലീഹയാ പഠിപ്പിക്കുന്നത്. ഒന്ന് എടുത്ത് വായിച്ചേ. വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്തോസർക്ക് എഴുതിയ 2-ാം ലേഖനം, അതിൻ്റെ 12-ാം അധ്യായം 9-ാം തിരുവചനം. സെന്റ് പോൾസ് ലെറ്റർ ടു കൊറിന്ത്യൻസ്. ബൈബിൾ തുറന്നോ, നല്ലൊരു വചനമാണ്, എടുത്ത് വായിച്ചോ. 2 കൊരിന്തോസ്
12-ാം അധ്യായം അതിന്റെ 9-ാം തിരുവചനം. എന്നാൽ അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, നിനക്കെന്റെ കൃപ മതി. എന്തെന്നാൽ ബലഹീനതയിലാണ് എന്റെ ശക്തി പൂർണ്ണമായി പ്രകടമാവുന്നത്. ഹല്ലേലൂയാ. എന്റെ പ്രിയപ്പെട്ട ദൈവജനമേ, നിങ്ങൾക്കാർക്കെങ്കിലും എനിക്ക് കഴിവില്ല, എനിക്ക് ബുദ്ധി കുറവാണ്, എനിക്ക് മറ്റുള്ളവരെ പോലെ അത്രയോ ഒന്നും സാമർഥ്യമില്ല, എൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്, എൻ്റെ കുടുംബം ഇങ്ങനെയാണ്, ഓ ഞാൻ എന്തു ചെയ്യാനാണ് എന്ന് വിഷമിച്ചുകൊണ്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിന്നോട് കർത്താവ് പഠിപ്പിക്കുന്ന പാഠം എന്താ? നിന്റെ ബലഹീനതയിലാണ് കർത്താവിന്റെ ശക്തി പ്രകടമാവുന്നത്. വലതുകര ഉയർത്തുവച്ചത്തിൽ പറ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇത് വീട്ടിൽ മക്കളോട് പറഞ്ഞു കൊടുക്കണം. ഒരു പക്ഷേ മക്കൾക്ക് പഠിക്കാൻ കഴിവില്ല, ചില കാര്യങ്ങൾ ഭയങ്കരമായിട്ട് അവർ വീക്കായിരിക്കും. അവരോട് പറയണം, മകനെ മകളെ നിനക്കിങ്ങനെ കുറവുണ്ടായിരിക്കണം നല്ലതാണ്. എന്തിനെന്നറിയോ? ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് വേണ്ടി അത്രേ. അതുകൊണ്ടാണ് പൗലോസ് കൊരിന്ത്യസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം അതിന്റെ 9-ാം തിരുവചനം ഒന്ന് വായിച്ചേ. സെന്റ് പോൾസ് ലെറ്റർ ടു കൊറിന്ത്യൻസ്, സെക്കൻഡ് ലെറ്റർ, ചാപ്റ്റർ 1 വേഴ്സ് 9, 9-ാം തിരുവചനം. ഇതാ പൗലോസ് പറയുകയാണ്, ഞങ്ങൾ ഇങ്ങനെ അനുഭവിക്കുന്ന ഈ സഹനങ്ങൾക്കൊക്കെ എന്താണ് അർത്ഥമെന്നറിയോ? വായിച്ചേ. മാത്രമല്ല ഞങ്ങൾ മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നെന്ന് ഞങ്ങൾക്ക് തോന്നി, എന്നാൽ ഇത് ഞങ്ങൾ തന്നെ ആശ്രയിക്കാതെ മരിച്ചവനെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് വേണ്ടി അത്രേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പൗലോസ് പറയാണ്, ഞങ്ങൾ ചിന്തിച്ചത് ഇങ്ങനെയാണ്, എല്ലാം തീർന്നു, ഞങ്ങൾ മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടെന്ന് തോന്നി, എല്ലാം തീർന്നു. എന്നാൽ എല്ലാം തീർന്നുവെന്ന് ചിന്തിക്കുന്ന സ്ഥലത്ത് നിനക്ക് വേണ്ടി ദൈവം ഒരു വഴി തുറക്കും. പറഞ്ഞേ ആമേൻ, ആമേൻ. ഏത് വിഷയമായിക്കൊള്ളട്ടെ, എല്ലാം തീർന്നുവെന്ന് നീ ചിന്തിച്ചു വെച്ചിരിക്കുക, നിന്റെ ബുദ്ധിയാണ് ചിന്തിച്ചു വെച്ചിരിക്കുന്നത്. എന്നാൽ അവിടെ നിനക്ക് വേണ്ടി ദൈവം ഒരു വഴി തുറക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ. പ്രത്യേകിച്ച് വായിച്ച് പ്രാർത്ഥിക്കാൻ 1-2 വചനം പറഞ്ഞു തരാം. യെശയ്യായുടെ പ്രവചനം 45-ാം അധ്യായം 2-3 തിരുവചനം. അതായത് വഴിയില്ല, അടഞ്ഞ വഴി, മുമ്പിൽ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നു, ദേ ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചോണം, എഴുതി വെച്ച് പ്രാർത്ഥിച്ചോണം. ഏതാ വചനം പറഞ്ഞേ? യെശയ്യായുടെ പ്രവചനം 45-ാം അധ്യായം 2-3 തിരുവചനം. ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും. നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ദൈവം ഞാനാണെന്നറിയേണ്ടതിന് അന്ധകാരത്തിൽ എന്തികളും രഹസ്യനിധി ശേഖരവും നിനക്ക് ഞാൻ നൽകും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ. മറ്റൊരു വചനം എഴുതി വെച്ച് പഠിച്ചോ. യെശയ്യായുടെ പ്രവചനം 22-ാം അധ്യായം 22-ാം തിരുവചനം. ബുക്ക് ഓഫ് ഐസയ ചാപ്റ്റർ 22 വേഴ്സ് 22. അറിയാവുന്ന വചനമാണ്, പറഞ്ഞോ. ദാവീദ് ഭവനത്തിന്റെ താക്കോൽ അവന്റെ തോളിൽ ഞാൻ വെച്ചു കൊടുക്കും. അവൻ തുറന്നാൽ വേറെ ആർക്കും അടയ്ക്കാൻ പറ്റില്ല, അവൻ അടച്ചാൽ ആർക്കും തുറക്കാൻ പറ്റില്ല. ഒച്ചത്തിൽ പറഞ്ഞ് ആമേൻ. താക്കോല് എന്താണ്? താക്കോലിന്റെ പണി തുറക്കാനും അടയ്ക്കാനും. നിന്റെ ജീവിതത്തിന്റെ അനുഗ്രഹം തുറക്കാനും അടയ്ക്കാനും നാട്ടുകാർക്ക് പറ്റുമോ? ഇല്ല. വീട്ടുകാർക്ക് പറ്റുമോ? ഇല്ല. ഒറ്റ മനുഷ്യൻ, ആരാ? തമ്പുരാൻ കർത്താവിന് മാത്രമേ പറ്റുള്ളൂ. പറഞ്ഞേ ആമേൻ, ആമേൻ. നിന്റെ ജീവിതത്തിന്റെ അടഞ്ഞ ഏത് വഴിയുടെ മുമ്പിലും കണ്ണും പൊട്ടി വിശ്വസിച്ചോണം, ദാവീദ് ഭവനത്തിന്റെ താക്കോൽ എൻ്റെ യേശുവിന്റെ കയ്യിലാണ്. അവൻ തുറന്നാൽ, യേശു തുറന്നാൽ വേറെ ആർക്കും അടയ്ക്കാൻ പറ്റില്ല, അവൻ അടച്ചാൽ വേറെ ആർക്കും തുറക്കാനും പറ്റില്ല. കൈയടിച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ, നല്ല കയ്യടി കൊടുത്തേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കഴിഞ്ഞ ദിവസം പ്രാർത്ഥിക്കാൻ വന്ന ഒരു ചെറുപ്പക്കാരൻ, അവൻ പറഞ്ഞു, അച്ഛാ എനിക്ക് പ്രമോഷൻ കിട്ടേണ്ടതാണ്, പക്ഷേ എൻ്റെ കൂട്ടത്തിലുള്ളവര് എന്നെക്കുറിച്ച് നെഗറ്റീവ് റിപ്പോർട്ട് അടിച്ചു കൊടുത്തിരിക്കുകയാണ്. അച്ഛാ ഞാൻ ഇന്ന മതവിശ്വാസി ആയതുകൊണ്ടും അതോടൊപ്പം തന്നെ ഞാൻ പല കാര്യങ്ങളിലും പ്രാർത്ഥനാ ശുശ്രൂഷകളിലൊക്കെ ഇടപെടുന്നത് അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല, അവരെന്നെക്കുറിച്ച് നെഗറ്റീവ് റിപ്പോർട്ട് കൊടുത്തിരിക്കുകയാണ്. അച്ഛാ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ അവനോട് ചോദിച്ചു, എടാ നിന്റെ പ്രമോഷൻ നൽകുന്നത് അവരാണോ തമ്പുരാൻ കർത്താവാണോ? അപ്പൊ അവൻ പറഞ്ഞു തമ്പുരാൻ കർത്താവ്. എങ്കിൽ പിന്നെ അവരെ കുറിച്ച് എന്തിനാ വിഷമിക്കണേ? എടാ നീ യേശയ്യ 22 എഴുതിയെടുത്ത് പഠിച്ച് പ്രാർത്ഥിക്ക്.
കർത്താവ് തുറന്നാൽ വേറെ ആർക്കും അടയ്ക്കാൻ പറ്റില്ല, കർത്താവ് അടച്ചാൽ വേറെ ആർക്കും തുറക്കാനും പറ്റില്ല. പറഞ്ഞേ ആമേൻ, ആമേൻ. എന്റെ പ്രിയപ്പെട്ട ദൈവജനമേ, സംഭവിച്ച കാര്യം എന്തെന്നറിയോ? ആ ചെറുപ്പക്കാരന്റെ ജീവിതത്തിൽ വചനം എഴുതി പഠിച്ച് അധിക ദിവസങ്ങൾ കഴിയുന്നതിന് മുമ്പേ പ്രമോഷൻ, അല്പം കൂടെ ഉയർന്ന സാലറി, അവന്റെ ജീവിതം മെച്ചപ്പെട്ടു. കർത്താവ് അവനെ നയിച്ചുകൊണ്ടിരിക്കുന്നു. നല്ല കയ്യടി കർത്താവായി ചോദിച്ചു കൊടുത്തേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇത് വിശ്വസിച്ചോണം. നമ്മുടെ ജീവിതത്തിൽ ഏതെല്ലാം തരത്തിലുള്ള ഇപ്രകാരമുള്ള ഞെരുക്കമുണ്ടോ അതിൻ്റെ ഒത്ത നടുവിൽ കർത്താവ് നൽകുന്നൊരു പ്രായോഗിക പരിശീലനമാണ്. എല്ലാം തീർന്നും തോന്നും. പുറപ്പാട് 14:14 നെഞ്ചിനുള്ളിൽ ഓർത്തോണം, ഏറ്റെടുത്തോണം. നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ. വിശുദ്ധ ഗ്രന്ഥം ആവർത്തിച്ച് ഈ വലിയ ഒരു ആത്മീയ രഹസ്യമാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. നിങ്ങൾക്ക് വായിച്ചു ധ്യാനിക്കാൻ ഈ രാത്രിയിൽ മറ്റൊരു വചനം കൂടെ പങ്കുവെക്കുന്നു. അത് ദാനിയേൽ എന്ന പ്രവാചകന്റെ പുസ്തകമാണ്. ദാനിയേൽ എന്ന പ്രവാചക പുസ്തകത്തിൽ 3-ാം അധ്യായം 1-ാം തിരുവചനം. ബൈബിളും തുറക്കൂ, എന്നിട്ട് ആ വചനം ഒന്ന് കണ്ടുപിടിച്ചേ. നല്ല ഒന്നാന്തരം വചനമാണ്. ദാനിയേൽ എന്ന പ്രവാചക പുസ്തകം 3-ാം അധ്യായം അതിന്റെ 1-ാം തിരുവചനത്തിൽ ഇങ്ങനെയാണ്: അവർ ദൈവത്തിന് കീർത്തനം ആലപിച്ചുകൊണ്ടും കർത്താവിനെ സ്തുതിച്ചുകൊണ്ടും തീ ജ്വാലകളുടെ മധ്യേ നടന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ദൈവത്തിൽ ആശ്രയിക്കുകയാണ്. എവിടെയാണ്? തീക്കകത്ത് ദൈവത്തെ ആശ്രയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ. ചുറ്റും തീ കത്തിക്കൊണ്ടിരിക്കുക, കർത്താവിൽ ആശ്രയിക്കുന്നു. തീ കത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ദൈവത്തിൽ ആശ്രയിച്ചെന്ന്. എന്നിട്ട് ഇവരെന്ത് ചെയ്തു? ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നു. ആ 3-ാം അധ്യായം നമ്മൾ അതിന്റെ 17-ാം തിരുവചനം ഒന്ന് ശ്രദ്ധിച്ചേ. ബുക്ക് ഓഫ് ദാനിയേൽ ചാപ്റ്റർ 3 വേഴ്സ് 17. ഇന്ന് അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളുടെ ബലി ഇങ്ങനെയാണ്: ഞങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങയെ അനുഗമിക്കും. എന്തെന്നാൽ അങ്ങയിൽ ആശ്രയിക്കുന്ന ആരും ലജ്ജിക്കേണ്ടി വരികയില്ല. സ്വരത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അങ്ങയിൽ ആശ്രയിക്കുന്ന ആരും ലജ്ജിക്കേണ്ടി വരികയില്ല. എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, ഈ രാത്രിയിൽ നമ്മൾ അത് വിശ്വസിക്കുകയാണ്. ഞാൻ എൻ്റെ ദൈവത്തിൽ ആശ്രയിക്കും. എന്തെല്ലാം സംഭവിച്ചാലും ഈ ലോകത്തോട് ഞാൻ വിളിച്ചു പറയും, എൻ്റെ ദൈവം നല്ലവനാണ്. എല്ലായ്പ്പോഴും അവിടെ നല്ലവനാണ്. ഗോഡ് ഈസ് ഗുഡ് all the time. ഒച്ചത്തിൽ പറഞ്ഞേ, all the time. God is good. God is good. All the time. All the time. God is good. ഒന്ന് ചാടി എഴുന്നേറ്റ് നിന്നേ. ദൈവസന്നിധിയിൽ എല്ലാവരും എഴുന്നേറ്റ് നിന്നേ. ഓൺലൈനിലൊക്കെ പങ്കെടുക്കുന്ന ദൈവജനമേ എഴുന്നേറ്റ് നിന്നേ. നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് നന്നായിട്ട് ഉയർത്തിപ്പിടിച്ചോ. കണ്ണടച്ചോ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നോക്കണ്ട. ഇന്നത്തെ ജീവിത അവസ്ഥ, അതേത് ജീവിത അവസ്ഥയാണോ ആ അവസ്ഥ ദൈവത്തിന് മുമ്പിൽ സമർപ്പിക്കുക. 2 കരങ്ങൾ നന്നായിട്ട് ഉയർത്തിപ്പിടിച്ച് കണ്ണടച്ച് പ്രാർത്ഥിച്ചോ. എന്നെ പ്രിയപ്പെട്ടവരെ, വിശ്വസിക്കുന്നു, ദൈവമേ അങ്ങ് നല്ലവനാണ്. എൻ്റെ ജീവിതത്തിന്റെ സമസ്ത വഴികളിലും അങ്ങ് നല്ലവനാണ്. ഇന്ന് ഞാൻ കടന്നു പോകുന്ന ഞെരുക്കം, ഇന്നത്തെ അവസ്ഥകളിൽ കർത്താവെ അങ്ങ് ഇടപെടുന്നു. കർത്താവെ നന്ദി പറയുന്നു. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ദൈവജനം ഒരുമിച്ച് ഒരല്പസമയം ഒന്ന് സ്തുതിക്കുകയാണ്. എന്തിനെന്നറിയോ? ഈ ഞെരുക്കം ഒരു അനുഗ്രഹമായിട്ട് മാറാൻ, ഈ കഷ്ടത ഒരു അനുഗ്രഹമായിട്ട് മാറാൻ, ഈ ഭാരം ഒരു അനുഗ്രഹമായിട്ട് മാറാൻ, നിനക്ക് സ്വസ്ഥത ലഭിക്കാൻ ദൈവത്തെ സ്തുതിച്ച് കൈകൾ ഉയർത്തി സ്തുതിച്ചേ. പോരാ 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 പോരാ. കരങ്ങൾ ഉയർത്തി ഈശോയെന്ന് വിളിച്ചൊന്ന് സ്തുതിച്ചേ. ദൈവമേ, അങ്ങയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു, അങ്ങയെ ഞങ്ങൾ ആശ്രയിക്കുന്നു. കർത്താവേ, ഞങ്ങൾ അങ്ങയിൽ ആശ്രയിക്കുന്നു, ശരണം വയ്ക്കുന്നു. വിശുദ്ധ ഗ്രന്ഥത്തിലെ ഓരോ വചനങ്ങളും ഞങ്ങൾ വിശ്വസിച്ച് ഏറ്റെടുക്കുന്നു. ഇത് ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഈശോയെന്ന് വിളിച്ച് സ്തുതിക്കട്ടെ, 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 സ്തുതിക്കട്ടെ. ഓ കർത്താവേ, ഞങ്ങൾ അങ്ങയിൽ ആശ്രയിക്കുന്നു. എല്ലാം അനുഗ്രഹമാക്കി മാറ്റുന്നവനെ, എല്ലാം അനുഗ്രഹമാക്കി മാറ്റുന്നവനെ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. യേശുവേ, ആരാധന, 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 ആരാധന. മഹത്വം കർത്താവേ, മഹത്വം കർത്താവേ. അങ്ങയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു, വിശ്വസിക്കുന്നു. കർത്താവേ, അങ്ങയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. 2 കരങ്ങൾ നെഞ്ചോട് ചേർത്ത് കണ്ണുകൾ അടയ്ക്കുക. ദൈവം നല്ലവനാണ്, എല്ലായ്പ്പോഴും നല്ല ദൈവം. ഈ ലോകത്തോട് കർത്താവ് ഞാൻ പഠിപ്പിക്കുന്നതും ഇത് തന്നെയാണ്. എൻ്റെ ദൈവം നല്ലവനാണ്. ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒറ്റയ്ക്കിരുന്ന് കരയേണ്ടി വരില്ല. കാരണം എന്നെ കരം പിടിച്ച് നടത്തുന്നൊരു ദൈവം എനിക്കുണ്ട്. കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മളത് വിശ്വസിക്കണം. ജീവിതത്തിൻ്റെ ഏതെല്ലാം അനുഭവങ്ങളിലും കർത്താവ്
വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ പ്രായോഗിക പരിശീലനമാണ് നൽകുന്നത്. ദൈവത്തിൽ കണ്ണും പൂട്ടി വിശ്വസിച്ചോണം. എൻ്റെ ദൈവം നല്ലവനാണ്. ദൈവമേ, അങ്ങയിൽ ഞാൻ ആശ്രയിക്കുന്നു, വിശ്വസിക്കുന്നു. വിശ്വസിക്കുന്നവരെല്ലാവരും നല്ല കയ്യടി കർത്താവായി ഈശോയ്ക്ക് കൊടുത്തേ. നല്ല കയ്യടി കർത്താവായി ഈശോയ്ക്ക് കൊടുത്തേ. ഹല്ലേലൂയാ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയാ.